ജയ് ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. 2 ദിവസമായിട്ട് നമുക്ക് സത്സംഗം എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാവതാർ നരസിംഹ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു എല്ലാവരും പോയി കാണണമെന്ന്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. രാമായണം ചർച്ചയാണ്. ഇപ്പോൾ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമ്മൾ രാമായണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാമായണത്തിലിപ്പോൾ ഭഗവാൻ ഗുഹൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഭഗവാനും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും ഗംഗാ നദിയുടെ ഇപ്പുറത്തായിട്ട് ഗുഹൻ്റെ ആ ഒരു രാജ്യത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെ രാത്രി ആയതുകൊണ്ട് ഭഗവാൻ വിശ്രമിക്കുന്നു. സീതാദേവിയും വിശ്രമിക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മണസ്വാമി കാവലായിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മണനും ഗുഹനും തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഭഗവാന് വന്നു എന്നതിനെക്കുറിച്ച്. എന്തായാലും നമുക്ക് ചർച്ച തുടരാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് ഗുരു പ്രണാമ മന്ത്രങ്ങൾ ഉരുവിടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമധാരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷ്ണവാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിർദ്ധസിദ്ധാന്തനന്ദായ. നമോ ഗൗരകിശോരായ സാക്ഷാൻ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ ഗൗരാവിർഭാവഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരതസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം ശ്രുതോ പങ്കോ മമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോ. ദിവ്യത്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പൃഷ്ഠാനപി സേവ്യമാനോ സദാ. ശ്രീമണ്ഡാസരസാരംഭീവം ശ്രീവരത്തരസ്ഥിതദർശൻ വേണുസ്മരേർ ഗോപിൻ ഗോപിനാഥ ശ്രീയസ്തു. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തനന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തനന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. എല്ലാവരും മഹാവതാർ നരസിംഹ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടവരെല്ലാം കമൻസിലിടുക, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്നും. തുടരാം. ലക്ഷ്മണസ്വാമിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. കാരണം ഭഗവാൻ വെറും തറയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടും അതേപോലെ തന്നെ സീതാദേവിയും അതൊക്കെ കണ്ടിട്ട് ലക്ഷ്മണസ്വാമിക്ക് ഒരുപാട് വിഷമമായി. ഒരു സർപ്പം ചീറ്റുന്ന പോലെ ലക്ഷ്മണസ്വാമി വളരെ ശക്തമായിട്ട് ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂട് കണ്ണീര് ഭഗവാന്റെ കണ്ണീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഗുഹൻ ലക്ഷ്മണസ്വാമിയെ ആശ്വസിപ്പിക്കാനായിട്ടൊരു കൈ എടുത്ത് മുകളിൽ വെച്ചു. എന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഈ വനവാസത്തെക്കുറിച്ചും എല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇതിനുണ്ടായ കാരണങ്ങളും അതുമൊക്കെ. ഇപ്പം ഭഗവാൻ അനുഭവിക്കുന്ന ആ വിഷമതയെക്കുറിച്ചും സീതാദേവി അനുഭവിക്കുന്ന ആ വിഷമതയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ നേരം പുലർക്കാറായി. ഗുഹൻ വലിയൊരു വള്ളം തയ്യാറാക്കുകയാണ്. ഭഗവാനെയും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും അപ്പുറത്ത് ഗംഗാ നദി തരണം ചെയ്ത് അക്കരെ എത്തിക്കാനായിട്ട്. ഇപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള വഴി നടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആയുധങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. സുമന്ദ്ര അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി അങ്ങ് ഒരുപാട് സേവനങ്ങൾ ചെയ്തു സുമന്ദ്ര, അതുകൊണ്ട് ഇനി അങ്ങ് നേരെ രാജാവിൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം സുരക്ഷിതരാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുക. ഇനി നമ്മൾ നടന്നായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഭഗവാനെ പിരിയുന്ന ആ ഒരു കാര്യം സുമന്ദ്രന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് വിഷമിച്ച് ഭഗവാനോട് പറയാം, രാഘവ, ഈ ഒരു വിധി ആർക്കായിരിക്കും ഈ ലോകത്ത് വരിക? ഇത്രയും പുണ്യമൊക്കെ ആർജിച്ചിട്ട് എന്താ പ്രയോജനം? ഇതിൻ്റെ എല്ലാ അവസാന ഫലം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങ് നമ്മുടെ മുമ്പിൽ നിന്ന് പോകുമ്പം തന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. പാപിയായിട്ടുള്ള കൈകേയിയുടെ നിയന്ത്രണത്തിലായിട്ട് നമ്മളെല്ലാവരും ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമന്ത്രൻ തകർന്നു വീണു. കുറേ നേരം കരഞ്ഞു. ശ്രീരാമസ്വാമി കുറേ ആശ്വസിപ്പിച്ചു. സുമന്ത്രൻ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്. സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, എൻ്റെ കുടുംബത്തിന് അങ്ങേപ്പോലൊരു സുഹൃത്ത് വേറെയില്ല. അങ്ങ് എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സാരഥിയാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ദുഃഖത്തെ കൂട്ടുന്ന രീതിയിൽ ഒരു കാര്യം അങ്ങ് ചെയ്യരുത്. അദ്ദേഹം എന്താണോ പറയുന്നത് അതങ്ങ് കേൾക്കുക. ഒരു മടിയും കൂടാതെ അങ്ങത് പാലിക്കുക. അദ്ദേഹം കൈകേയിയുടെ സേവനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും ഒരു മടിയും കാണിക്കരുത്. അന്നേരം ഇവിടെ ഭഗവാൻ അറിയായിരുന്നു പൊതുവെ രാജതന്ത്രം. അപ്പോൾ ഇവിടെ രാജാവിനെ സഹായിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടും ഭഗവാനും ലക്ഷ്മണസ്വാമിയൊക്കെയാണല്ലോ ദശരഥ മഹാരാജാവിനെ സഹായിക്കുന്നത്. അന്നേരം ദശരഥ മഹാരാജ ഇപ്പം വിഷമത്തിലിരിക്കുകയാണ്. അതുകൂടാതെ ഭഗവാനും ഇല്ല, ലക്ഷ്മണസ്വാമി അടുത്തില്ല. അതുകൊണ്ട് മറ്റ് സേവകരും ഇത് നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് കൈകേയിയെടുത്ത് ദേഷ്യം പ്രകടിപ്പിച്ചാലോ,
അതായത് പൊതുവെ അങ്ങനെ ഒരു പ്രവണതയാണ്. അതായത് ഇപ്പോൾ എങ്ങനെ ഞാൻ പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ, ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ മുതിർന്ന രണ്ട് വ്യക്തികളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കീഴെ നിൽക്കുന്ന സേവകർ, ഏതൊരു ജോലി സ്ഥലത്താണെങ്കിലും എവിടെയായാലും നമുക്ക് കാണാൻ പറ്റും, ആ കീഴെ നിൽക്കുന്ന ജോലിക്കാർ അവർക്ക് എന്തായാലും മേലധികാരിയോടൊരു അമർഷം കാണും. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മേലധികാരി വളരെ സ്ട്രിക്റ്റായിട്ട് സംസാരിക്കും, ഇവർ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ വഴക്ക് പറയും. അന്നേരം അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമം എല്ലാവരുടെ ഉള്ളിലും കാണും. ഒരു സ്കൂളിൽ ടീച്ചറിനെ കുറിച്ച് വരെ കുട്ടികൾ തെറ്റായിട്ട് ചിന്തിക്കും. ടീച്ചറാണെങ്കിൽ കുട്ടികളുടെ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാൽ പോലും. അപ്പോൾ അതേ വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരികയാണെങ്കിൽ അതിൻ്റെ പേരിൽ അത് നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് ഈ കീഴിൽ നിൽക്കുന്ന ജോലിക്കാരെല്ലാം പ്രതികരിക്കും. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം തെറ്റുകൾ ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ മനസ്സിലായി. പക്ഷെ ഇത് രാജ്യത്തിനെ ബാധിക്കരുത്, രാജ്യഭരണത്തെ ബാധിക്കരുത് എന്ന് ഭഗവാൻ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നേരം ഒന്ന് ആലോചിക്കണം. ഇത്രയും പൊതുവേ നമ്മളാണ് ഭഗവാന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? എന്നെ പുറത്താക്കില്ലേ, ഇനി ആ രാജ്യം ഭരണം എല്ലാം നശിക്കട്ടെ, എന്നാലും എൻ്റെ വില മനസ്സിലാക്കുക എന്നാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? അവിടെ ഞാൻ ഇറങ്ങിയാലും കൈകി ഇതൊക്കെ ചെയ്താലും അവിടുത്തെ ഭരണം ഒരിക്കലും പ്രശ്നമാകരുത് എന്ന് ഒരു നിർബന്ധം ഭഗവാനുണ്ടായിരുന്നു. എത്ര ഉയർന്ന ചിന്താഗതിയാണ് നോക്കണേ. അതുകൊണ്ട് രാജഭരണത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. കാരണം ഒന്നാമതേ രാജാവ് വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്, ഞാൻ പോയ വിഷമത്തിലിരിക്കുകയാണ്. അതുകൂടാതെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ആകുമ്പോൾ കൂടുതൽ പ്രശ്നം, അതായത് അനുയായികൾ ആരും പറയുന്ന കേൾക്കുന്നില്ല, കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കൂടുതൽ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പ്രശ്നങ്ങളെ കൂട്ടരുത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതുകൂടാതെ കുടുംബാംഗങ്ങൾ ആരും ഒരു കാരണവശാലും ദുഃഖിക്കരുത് എന്ന് ഭഗവാന് നിർബന്ധമായിരുന്നു. അപ്പം ഭഗവാൻ പറഞ്ഞു, എൻ്റെ അച്ഛനോട് പറയുക, ലക്ഷ്മണനോ സീതയോ ഒരു കാരണവശാൽ ഞാനോ ആരും ദുഃഖത്തിലല്ല. നമ്മളെല്ലാവരും ഇവിടെ വനവാസത്തിൽ വളരെയധികം സന്തുഷ്ടരാണ്. 14 വർഷം വളരെ പെട്ടെന്ന് തന്നെ തീരും, അതിനുശേഷം നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഭഗവാൻ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് ആ അയോധ്യയിലെ ആ രാജ്യഭരണം വളരെ ശക്തമായിട്ട് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സുമന്ത്രനോട് പറഞ്ഞു, അച്ഛനോട് പറയുക എത്രയും പെട്ടെന്ന് ഭരതനെ തിരിച്ചു കൊണ്ടുവരാനും എന്നിട്ട് ഭരതനെ യുവരാജാവാക്കാനും പറയുക. എന്നിട്ട് ഭരതനോടും പറയുക ഒരു സങ്കോചവും കൂടാതെ എത്രയും പെട്ടെന്ന് ഭരണം സ്വീകരിക്കുക. അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. അതുകൂടാതെ അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കുക, മറ്റ് മഹാറാണിമാരുടെ കാര്യമൊക്കെ നോക്കുക. ഒരേ തുല്യ മനസ്സോടുകൂടി എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റും. അങ്ങനെ ശ്രീരാമസ്വാമി സുമന്ത്രനോട് പോകാൻ പറയുകയാണ്. പക്ഷേ സുമന്ത്രൻ അവിടുന്ന് അനങ്ങാൻ കഴിയുന്നില്ല. സുമന്ത്രൻ്റെ മനസ്സാകെ സ്തംഭിച്ചിരിക്കുകയാണ്. രാമനില്ലാതെ എനിക്ക് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയുക എന്ന് സുമന്ത്രൻ ചിന്തിക്കുകയാണ്. സുമന്ത്രൻ്റെ ഏറ്റവും വലിയ ആശങ്ക, തിരിച്ചെത്തുമ്പോൾ രഥത്തിൽ രാമനില്ല എന്ന് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? തീർച്ചയായിട്ടും ഇവർക്കെല്ലാം ഒരു പ്രതീക്ഷ, ഇപ്പോൾ സുമന്ത്രൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, രഥം കൊണ്ടാണ് പോയിരിക്കുന്നത്. അന്നേരം ചിലപ്പോൾ രാമന്റെ മനസ്സ് മാറ്റി സുമന്ത്രൻ ഭഗവാനെ തിരിച്ചു കൊണ്ടുവന്നാലോ, ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ട്. അന്നേരം ആ ഒരു പ്രതീക്ഷയും കൂടെ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് ഒരു പ്രചോദനം, അല്ലേ? സുമന്ത്രൻ ദശരഥ മഹാരാജാവിനെയും കൗസല്യാദേവിയെക്കുറിച്ചും ആലോചിച്ചു. മകൻ ശ്രീരാമൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ വനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കേൾക്കുമ്പോൾ
ഇപ്പോഴും കോശല രാജ്യത്തിൻ്റെ ആ ഒരു അതിർത്തി ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴും ആ ഗുഹൻ്റെ ആ ഒരു രാജ്യവും ദശരഥ മഹാരാജാവിൻ്റെ കീഴിൽ തന്നെയാണ്. കോശല രാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ആ അതിർത്തി കഴിഞ്ഞ് യഥാർത്ഥത്തിൽ വനത്തിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ സുമന്ത്രൻ അത് താങ്ങാൻ പറ്റുന്നില്ല. സുമന്ത്രൻ പറഞ്ഞു, ഒരുപാട് അപേക്ഷിച്ചു സുമന്ത്രനും കൂടെ വനത്തിൽ വന്നോട്ടെ എന്ന്. സുമന്ത്രൻ ഭഗവാന്റെ കൂട്ടത്തിൽ 14 വർഷവും വനത്തിൽ തന്നെ നിൽക്കാൻ മനസ്സ് തയ്യാറാക്കിയിരുന്നു. കാരണം രാമനില്ലാതെ അയോധ്യയിൽ തിരിച്ചു പോകാൻ താല്പര്യമില്ല. തറയെ വീണു ഭഗവാന്റെ കാല് മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, വനവാസം കഴിഞ്ഞതിന് ശേഷം അങ്ങയോടൊത്ത് അയോധ്യയിൽ തിരിച്ചു പോകാനാണ് എനിക്കിഷ്ടം. അങ്ങില്ലാതെ ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഞാൻ അങ്ങയുടെ വിശ്വസ്ത സേവകനല്ലേ? അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് അങ്ങയുടെ കൂട്ടത്തിൽ വരാൻ അനുവദിക്കണം. അങ്ങയുടെ സേവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ 14 വർഷം കുറച്ച് നിമിഷങ്ങളായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അങ്ങ് എൻ്റെ കൂട്ടത്തിലില്ലെങ്കിൽ 14 വർഷം 14 യുഗങ്ങളായിട്ട് എനിക്ക് തോന്നി. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ഒരുപാട് കാരുണ്യം തോന്നി സുമന്ത്രനോട്. വീണ്ടും വീണ്ടും അദ്ദേഹം യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ സ്നേഹത്തോടെ സുമന്ത്രനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സുമന്ത്ര, നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ എനിക്കറിയാം. പക്ഷേ നീ എന്തായാലും തിരിച്ചു പോയേ പറ്റൂ. രഥം തിരിച്ചെത്തുന്നത് വരെ കൈകേയിക്കൊരു സമാധാനം കാണത്തില്ല. എന്നിട്ട് ഞാൻ വനത്തിൽ പ്രവേശിച്ചു എന്ന് കേൾക്കുമ്പോഴായിരിക്കും കൈകേയിക്ക് സമാധാനമാവുന്നു. രാജാവിൻ്റെ സമാധാനത്തിനും ഞാൻ കൈകേയി ദേവിയെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതായത് അച്ഛന് കൊടുത്ത ആ വാക്ക്, അച്ഛൻ നൽകിയ ആ വാക്ക് ഞാൻ പൂർണ്ണമായിട്ടും പാലിച്ചു എന്ന് ബോധ്യപ്പെടുന്നു. അത് കൂടാതെ അതിന് ശേഷമേ കൈകേയി ഭരതനെ വിളിച്ച ഭരണം ഏൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിവിടെ പറയുന്നു, കാരണം രാമൻ വനത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടാതെ അവർക്കൊരിക്കലും ഭരതനെ സിംഹാസനത്തിൽ ഇരുത്താൻ കഴിയില്ല. കാരണം രാമൻ ഇനി തിരിച്ചു വന്നാലോ എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും കാണും. അതുകൊണ്ട് സുമന്ത്ര എന്തായാലും എത്രയും പെട്ടെന്ന് അയോധ്യയിൽ തിരിച്ചെത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നൽകിയ വാർത്ത സന്ദേശം കൊടുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് സഹനശക്തി ആർജിച്ചിട്ട് സുമന്ത്രൻ രഥത്തിൽ കയറുകയാണ്. ശ്രീരാമസ്വാമി അപ്പോഴേക്കും ഗുഹന്റെ അടുത്തെത്തി. അപ്പം ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ഈ രാജ്യം എൻ്റെ രാജ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല. പക്ഷെ ഇത്രയും സേവകർ എനിക്ക് എൻ്റെ അടുത്തുണ്ടാവുമ്പോൾ അത് വനവാസത്തിലിരിക്കുന്ന എനിക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് ഞാൻ ഉൾവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഫലമൂലാദികൾ കഴിച്ചിട്ടാണ് ഈ വനവാസത്തിൽ ഞാൻ ജീവിക്കേണ്ടത്. കാരണം ഭഗവാൻ മനസ്സിലാക്കി, ഗുഹൻ വനത്തിൽ തന്നെ ഭഗവാൻ വേണ്ടി ഒരു പർണശാലയൊക്കെ നിർമ്മിച്ച് അവിടെ തന്നെ ഭഗവാനെ വേണ്ടി താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് കഠിനമായിട്ടുള്ള തപസ്വിയായിട്ട് തന്നെ ജീവിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഒരു വനത്തിൽ താമസിക്കുന്ന തപസ്വി എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതേപോലെ ജീവിക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. വടവൃക്ഷത്തിൻ്റെ ആ ഒരു രസം എടുത്തുകൊണ്ട് ഭഗവാന്റെ മുടിയൊക്കെ ജടയാക്കുകയാണ്. മുടി ജടയാക്കിയതിന് ശേഷം ഭഗവാൻ മരവുരിയും പുല്ലുകൊണ്ടുള്ള ആ ഒരു വസ്ത്രവും ധരിക്കുകയാണ്. ഇവിടെ പറയുന്നു, 2 രാജകുമാരന്മാരെയും കാണാൻ വലിയ തപസ്വികളായിട്ടുള്ള ഋഷികളെ പോലെ തോന്നി. രാമൻ സീതാദേവിയെ മെല്ലെ കൈപിടിച്ച് വള്ളത്തിൽ കയറ്റുകയാണ്. എന്നിട്ട് ഭഗവാനും വള്ളത്തിലേക്ക് ചാടുകയാണ് ലക്ഷ്മണസ്വാമി. ഗുഹന്റെ നേതൃത്വത്തിൽ മറ്റുള്ള വള്ളക്കാരന്മാരെല്ലാവരും കൂടി ചേർന്ന് വള്ളം തുഴഞ്ഞ്
ഭഗവാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. രാമൻ സുമന്ത്രനെ ഇങ്ങനെ കൈ കാണിച്ചു. സുമന്ത്രൻ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് നദീതീരത്ത്. എന്തു പറയണമെന്നറിയാതെ മെല്ലെ മെല്ലെ ആ വള്ളം ദക്ഷിണദിശ, ഗംഗാ നദിയുടെ ദക്ഷിണദിശയിലേക്ക് വേഗതയിലെത്തി. സീതാദേവി കൈകൂപ്പി ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു വനവാസത്തിൽ സംരക്ഷണത്തിനായിട്ട്. ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും ശാന്തനായിട്ട് വള്ളത്തിയിരിക്കുകയാണ്. അയോധ്യയെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട്. സീതാദേവി അപ്പോൾ ഹൃദയാംഗമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അധികം താമസിക്കാതെ അവർ നദീതീരത്തേക്ക് എത്തുകയാണ്. തീരത്തെത്തിയപ്പോൾ രാമൻ ഗുഹനോട് വളരെ സ്നേഹത്തോടു കൂടി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഗുഹനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഉൾവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും മുന്നിൽ ലക്ഷ്മണസ്വാമി, അതിൻ്റെ തൊട്ടുപുറവെ സീതാദേവി, അതിൻ്റെ പുറവെ ശ്രീരാമസ്വാമി. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പല പല വന്യജീവികളുടെയും ശബ്ദം കേൾക്കാൻ പറ്റുന്നതായിരുന്നു. തത്തകളുടെയും കരടികളുടെയും കുരങ്ങന്മാരുടെയും സിംഹത്തിൻ്റെ ഗർജനയൊക്കെ. രാമന് സീതാദേവിയുടെ ആ ഒരു സുരക്ഷിതത്വത്തെക്കുറിച്ചായിരുന്നു എപ്പോഴും ആശങ്ക. വലിയ കൊടും വനത്തിലേക്ക് ഇപ്പം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എന്തൊക്കെ ആപത്തുകളാണ് ഇനി നേരിടാനുള്ളത്. അന്നേരം അത് ആലോചിച്ച കൂടെ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാൻ എന്താ ആപത്താണ്. പക്ഷെ എന്നാലും ആ ലീലയിൽ മഗ്നനായിട്ടിരിക്കുന്ന ഭഗവാൻ അങ്ങനെ ഒരു ആശങ്ക വരികയാണ്. അങ്ങനെ കൂടുതൽ ഉൾവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സീതയെക്കുറിച്ചുള്ള ആ ഒരു ആശങ്ക, സീതയ്ക്ക് ഒരു ആപത്തും വരരുതെന്നുള്ള ആശങ്ക, അത് സീതാദേവിക്കും വലിയ സന്തോഷം നൽകി. രാമൻ എന്നെ ഇത്രയും കെയർ ഇതുവരെ തീർച്ചയായിട്ടും. അപ്പോൾ ആ പറഞ്ഞ നിമിഷങ്ങളെത്തി. വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛന് കൊടുത്ത വാക്ക് പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്തൊക്കെ ആപത്ത് വന്നാലും ഇനി 14 വർഷം വനത്തിൽ തന്നെയാണ് കഴിയുന്നത്. അച്ഛൻ്റെ ആ ഒരു വാക്ക് എന്തായാലും പാലിച്ചേ പറ്റൂ. അങ്ങനെ മനസ്സ് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് രാമൻ വില്ലിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട്, വാളും മറ്റൊരു കയ്യിലും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 3 യാത്രക്കാരും വളരെയധികം വിശന്നിരിക്കുകയാണ്. ഫലമൂലാദികൾക്ക് വേണ്ടി അവിടെ എല്ലാം അന്വേഷിച്ചു. എന്നിട്ടത് അഗ്നിക്ക് സമർപ്പിച്ചിട്ട് ഭക്ഷിക്കാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവർ പറ്റുന്ന പോലെ കുറച്ച് പാചകമൊക്കെ ചെയ്ത് അത് നിവേദിച്ചു. എന്നിട്ട് അവരത് കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം സന്ധ്യാവന്തനത്തിന് സമയമായി. രാമനും ലക്ഷ്മണനും ഒന്നിച്ചിരുന്നു. രാമൻ സഹോദരൻ ലക്ഷ്മണനോട് സംസാരിക്കുക. രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, എന്നിട്ട് ഇത്രയും നേരമായിട്ടും ശ്രീരാമസ്വാമി കൈകയെക്കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആരും ഇല്ലല്ലോ അടുത്ത്. ഇപ്പം ലക്ഷ്മണസ്വാമി സീതാദേവി ഉള്ളത്. അതുകൊണ്ട് ആ ഉള്ളിലെ വിഷമം ഭഗവാന്റെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പം ഭഗവാൻ പറയുക, ലക്ഷ്മണ, ഇന്നെൻ്റെ അച്ഛന് ഉറക്കം കിട്ടത്തില്ല. പക്ഷെ കൈകേയി വളരെ സമാധാനത്തോടു കൂടി ഉറങ്ങും. കാരണം കൈകേയി ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ. രാമന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയും നേരം ഭഗവാന്റെ ഉള്ളിലെ ആ വിഷമത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താ, മറ്റുള്ളവർക്ക് വിഷമമാവണ്ട, എൻ്റെ ഇഷ്ടപ്പെട്ട സ്നേഹിതർക്കും ബന്ധുക്കൾക്കും ഒന്നും, അമ്മയ്ക്കും ആർക്കും വിഷമമാരെന്ന് പറഞ്ഞ് ഭഗവാൻ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിജനമായിട്ടുള്ളൊരു വനത്തിലെത്തിയതുകൊണ്ട് ഭഗവാൻ കരയാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഇതിൽ കൂടുതൽ കൈകേയി എന്ത് ദ്രോഹമാണ് എൻ്റെ അച്ഛനോട് ചെയ്യാനുള്ളത്. ഇനി ഭരതനെ യുവരാജാവാക്കാൻ ചിലപ്പം കൈകേയി എൻ്റെ അച്ഛനെ കൊല്ലാൻ പോലും മടിക്കത്തില്ല. കാരണം യുവരാജാവായി കഴിഞ്ഞാൽ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രാജാവാകാമല്ലോ. എന്നാൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് സ്വയം സംരക്ഷിക്കുക?
ഇത്രയും ദുഃഖിതനായിട്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ. ഇനി എൻ്റെ അമ്മ കൗശല്യയുടെ അവസ്ഥ എന്തായിരിക്കും, സുമിത്രാദേവിയുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ രാമൻ ഒരുപാട് ആശങ്കാകുലനായി. അപ്പം ഭഗവാൻ ഇതൊക്കെ പറയുകയാണ്, മോനെ, നീ ഒരു കാര്യം ചെയ്, നാളെ തന്നെ നീ അയോധ്യയിൽ പോകണം. നമ്മുടെ അമ്മമാരെയൊക്കെ സംരക്ഷിക്കണം. നമ്മുടെ അച്ഛൻ വളരെയധികം വൃദ്ധനാണ്. നീയല്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കാൻ വേറെ ആരെയും പ്രാപ്തരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഉള്ളിലിങ്ങനെ ഭയം തോന്നുന്നു, ഇനി വിഷം കൊടുത്ത് എൻ്റെ അച്ഛനെ അമ്മയെ കയ്യെ കൊല്ലുമോ. രാമൻ വളരെ നിസ്സഹായനായിട്ട് തോന്നി. പക്ഷെ എന്നാലും അച്ഛനും അമ്മയ്ക്കൊരു പ്രശ്നമാവരുത് എന്ന് രാമന് വളരെ നിർബന്ധമായിരുന്നു. രാമൻ ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എത്ര സ്നേഹത്തോടെയാണ് വളർത്തിയത്. ഇപ്പോൾ വൃദ്ധാവസ്ഥയിൽ എൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമുള്ളപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എത്ര നന്ദി കെട്ടവനാണ്. ഹരേ കൃഷ്ണ. എന്നെപ്പോലെ ഒരു ഉപയോഗശൂന്യനായിട്ടുള്ളൊരു മകൻ വേറെ കാണുമോ എന്ന് പറഞ്ഞ് ഭഗവാൻ കരയുകയാണ്. ഭഗവാൻ എത്ര വിചാരിച്ചിട്ടും കൈകയുടെ ആ വാക്കുകളെ മറികടക്കാൻ കഴിയില്ല. അച്ഛൻ നൽകിയ വാക്കാണ് വനവാസത്തിൻ്റെ. പക്ഷെ അതേ സമയത്ത് ആ വാക്ക് പാലിക്കുന്നതിലൂടെ അച്ഛൻ്റെ അമ്മയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അത് ഞാൻ എങ്ങനെ സഹിക്കും എന്നും ഭഗവാൻ ചിന്തിക്കാം. അതുകൊണ്ട് ഈ ഒരു ആശങ്ക ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് 14 വർഷം വനത്തിൽ ഇരുന്നേ പറ്റൂ, പക്ഷെ ഇതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ആ ഒരു വിഷമവും ഭഗവാനാണ്. ഈ ഒരു ദുഃഖത്തിലിരിക്കുന്ന രാമൻ ലക്ഷ്മണനെ എങ്ങനെയെങ്കിലും അയോധ്യയിൽ എത്തിച്ച് സുരക്ഷിതരായിരിക്കും എന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹിച്ചു. നിലവിളിക്കുന്ന രീതിയിൽ രാമൻ കരയാൻ തുടങ്ങി. രാമൻ ശാന്തനായപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇങ്ങനെ കരയരുത്. ഇങ്ങനെ അങ്ങ് കരയുന്ന കാണുമ്പോൾ എനിക്കും സീതാദേവിക്ക് ഒരുപാട് വിഷമമാവും. എനിക്ക് അങ്ങേ പിരിഞ്ഞ് ഒരിക്കലും പോകാൻ കഴിയില്ല. അങ്ങില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ആ ഭരതനിൽ വിശ്വസിച്ചേ പറ്റൂ. ഭരതൻ എന്തായാലും മോശപ്പെട്ട വ്യക്തിയല്ല. അതുകൊണ്ട് എന്നെ അങ്ങ് ഉപേക്ഷിക്കരുത്. ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ ഇരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങില്ലാതെ സ്വർഗലോക പ്രാപ്തി പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ രാമനൊന്നും മിണ്ടിയില്ല. രാമന് നന്നായിട്ട് അറിയാം ലക്ഷ്മണൻ ഒരിക്കലും വിട്ടുപോകത്തില്ലെന്ന്. അപ്പോഴേക്കും രാത്രിയായി. അവിടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ രാമനും സീതയും കിടക്കുകയാണ്. ലക്ഷ്മണൻ പാവം കാവലിരിക്കുകയാണ്, ഉറങ്ങാതെ. കുറച്ച് ദൂരത്തായിട്ട് ചുറ്റും ഇങ്ങനെ കറങ്ങി രണ്ടുപേർക്കും കാവലിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രൻ ഉദിച്ചു. ആ ചന്ദ്രൻ്റെ നിലാവ് രാമൻ്റെയും സീതയുടെയും മുഖത്തിങ്ങനെ ആ ഒരു നിലാവ് അടിച്ചപ്പോൾ അവരുടെ മുഖം കൂടുതൽ സുന്ദരമായിട്ട് കാണപ്പെട്ടു. ലക്ഷ്മണൻ വിചാരിച്ചു, 2 ചന്ദ്രന്മാർ ഭൂമിയിൽ ഇങ്ങനെ ഉദിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. പിറ്റേ ദിവസം രാവിലെ ഗംഗാദേവിയും യമുനാദേവിയും ഒന്നിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഋഷിമാരുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അവർ ആഗ്രഹിച്ചു. അവിടെ ഒരുപാട് ഋഷിമാരുണ്ടെന്ന് ഭഗവാന് അറിയായിരുന്നു. അവിടെ ഏറ്റവും വിഖ്യാതനായ ഭരദ്വാജ ഋഷി അവിടെയുള്ള ബ്രഹ്മഋഷികളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ അവർ ആ ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ സമയത്ത് വലിയ വലിയ മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഒരുപാട് പുഷ്പലതാദികൾ, അതിസുന്ദരമായിട്ടുള്ള പച്ചപ്പ്, അതിസുന്ദരമായിട്ടുള്ള തടാകങ്ങൾ, കണ്ണാടി പോലെ ഇരിക്കുന്ന ജലങ്ങൾ, പിന്നെ നീല ചുവപ്പ് താമരകൾ കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ ആ മരത്തിലുള്ള ആ പുഷ്പങ്ങളുടെ ഗന്ധം
എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. ആ സ്ഥലം മൊത്തം അതിൻ്റെ സുഗന്ധം വ്യാപിക്കാൻ, അത്രയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാൻ. ഇപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ തന്നെ സുഗന്ധം എന്തായിരിക്കും? അന്നേരം ഒരു കൂട്ടം അസംഖ്യം പുഷ്പങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയല്ലേ അതേപോലെ. അതേപോലെ ഒരുപാട് നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കുയിലിൻ്റെ ശബ്ദം, തത്തകളുടെ ശബ്ദം, മയിലുകളുടെ ശബ്ദം, അതെല്ലായിടത്തും ഇങ്ങനെ കേൾക്കാൻ പറ്റുമായിരുന്നു. അതായത് നമ്മുടെ വീട് ഒരു പാടത്തിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ മയിൽ വരുമ്പോൾ മയിലിൻ്റെ ശബ്ദം നന്നായിട്ട് മുഴങ്ങും. ഇത് ഒരു കാട്ടിൽ എത്രമാത്രം മയിലുകൾ കാണും, എത്രമാത്രം കുയിലുകളും തത്തകളും കാണും അല്ലേ. ഒരു മരം ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കിളികളാണ്. അന്നേരം ഇത് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ പക്ഷിക്കൂട്ടങ്ങൾ ഇവിടെ എല്ലാം കൂടി അവരുടെ ആ കരച്ചിലും പുഷ്പങ്ങളും എല്ലാത്തിൻ്റെ സുഗന്ധവും എല്ലാം ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തെ അവരെ സൃഷ്ടിച്ചു. 3 പേര് ഇങ്ങനെ ഒന്നിച്ച് യാത്രയാവുകയാണ്. ആ സമയത്ത് ചിലപ്പോൾ വളരെ വേഗത്തിൽ നടക്കും, ചിലപ്പോൾ നടന്ന് തളരും, ചിലപ്പം വളരെ ഉയരത്തിൽ ഇങ്ങനെ പൊക്കത്തിൽ കയറേണ്ടി വരും, ചിലപ്പം വളരെ എളുപ്പത്തിൽ നടക്കേണ്ടി വരും. അങ്ങനെ ചിലപ്പം വേഗതയിൽ നടക്കും, ചിലപ്പം മെല്ലെ നടക്കും. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് അവർ ആ സംഗമ സ്ഥലത്തെത്തിയെന്ന് അവർക്ക് തോന്നി. 2 നദികളുടെയും ശബ്ദം അവർക്ക് അടുത്ത് കേൾക്കാൻ പറ്റുമായിരുന്നു. അവിടെ മനുഷ്യവാസമുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു. ആശ്രമം അടുത്താന്ന് അവർക്ക് മനസ്സിലായി. മരങ്ങളുടെ മുകളിലൂടെ ആ പുക അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ഹോമത്തിൻ്റെയൊക്കെ. അവർക്ക് മനസ്സിലായി ഇവിടെ തീർച്ചയായിട്ടും ഋഷിമാർ താമസിക്കുന്ന സ്ഥലം. അങ്ങനെ ആ ആശ്രമത്തിലേക്ക് എത്താറായപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ഋഷിമാർ വന്ന്, അത് ഭരദ്വാജ ഋഷിയുടെ ശിഷ്യരായിരുന്നു, അവരെ സ്വാഗതം ചെയ്തു. ഭഗവാനെയും സീതാദേവിയെയും ലക്ഷ്മണസ്വാമിയും. ഒരു കൂട്ടം പർണശാലകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ഹോമം നടക്കുന്ന പർണശാലയിലേക്ക് എത്തിച്ചു. അവിടെ ഭരദ്വാജ ഋഷി ഇരിക്കുകയാണ്, ചുറ്റും ശിഷ്യരെല്ലാം. ഭരദ്വാജ ഋഷി ധ്യാന നിമഗ്നായിട്ട് ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ തേജസ്വിയായിട്ടുള്ള ഋഷിയെ കണ്ടുടൻ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും. ഭരദ്വാജ ഋഷി ധ്യാനത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഭരദ്വാജ ഋഷിക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ള തപസ്യാണ്. അദ്ദേഹത്തിന് ഏതോ അസാമാന്യ ശക്തിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഈ ലോകത്തിൻ്റെ എല്ലാ അധിപൻ എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. ഏതോ മഹാശക്തി അവിടെ വന്നതായിട്ട് ഭരദ്വാജ ഋഷിക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് രാമൻ്റെ മുമ്പിൽ കൈകൂപ്പിക്കുകയാണ്. അപ്പുറം രാമനും കൈകൂപ്പി ഭരദ്വാജ ഋഷിയെടുത്ത് പറയാം, നമ്മൾ രാമലക്ഷ്മണന്മാരാണ്, ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ, ചക്രവർത്തി ദശരഥ മഹാരാജൻ്റെ പുത്രന്മാരാണ്. ഇതെൻ്റെ പ്രിയ ഭാര്യ വിദേഹകുമാരി വൈദേഹി ജാനകി. എൻ്റെ അച്ഛൻ്റെ വളരെയധികം പുണ്യാത്മാവായ എൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 14 വർഷം വനവാസത്തിനായിട്ട് ഞാൻ കാട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരനും എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടത്തിൽ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങ് നമ്മളെ അനുഗ്രഹിക്കണം. ഭരദ്വാജ ഋഷി കുറേ നേരം ഇവരുടെ 3 പേരുടെ മുഖത്തിങ്ങനെ നോക്കിയാണ്. അവരാരാണെന്ന് മനസ്സിലാക്കി. സാക്ഷാത് ശ്രീമദ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ തന്നെ വിസ്തരണമായ ലക്ഷ്മണസ്വാമിയും, പിന്നെ അദ്ദേഹത്തിൻ്റെ ശക്തിയായ സാക്ഷാത് സീതാദേവി. ഭരദ്വാജ ഋഷിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കണ്ടു ഇവർ 3 പേരെ ഒന്നിച്ച് കാണുമെന്ന് പറഞ്ഞു. പലതരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫലമൂലാദികളിൽ നിന്നുണ്ടാക്കിയ അതൊക്കെ സമർപ്പിച്ചു. ഭരദ്വാജ ഋഷിയുടെ കണ്ണീരിങ്ങനെ കണ്ണീരൊഴുകിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയുടെ വനവാസത്തെക്കുറിച്ച് കേട്ടിരുന്നു. അതുകൊണ്ട് അങ്ങ് എന്തായാലും ഈ വനത്തിലൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ എൻ്റെ ഇത്രയും വർഷത്തെ തപസ്യ സഫലമായി. ഇത്രയും കാലം ഞാൻ ചെയ്ത യജ്ഞമൊക്കെ സഫലമായി. അങ്ങയെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർലഭമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ അനുഗ്രഹീതനായി. എൻ്റെ പ്രിയ രാമ, അങ്ങേക്ക്
ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം അങ്ങേക്ക് ഇവിടെ വസിക്കാം. അപ്പം ഭഗവാൻ ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ഈ ഒരു ആശ്രമം അയോധ്യയിൽ നിന്ന് അധികം ദൂരെയല്ല. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അതുകൊണ്ട് അങ്ങെനിക്ക് ആരും പെട്ടെന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്തെക്കുറിച്ച് പറയൂ. കാരണം എന്നെ ആലോചിച്ച് ജനങ്ങൾ വിഷമിക്കുന്ന എനിക്ക് കൂടുതൽ വിഷമമുണ്ടാക്കും. അപ്പോൾ ഭരദ്വാജ ഋഷിക്ക് ഭഗവാന്റെ ഉദ്ദേശം മനസ്സിലായി. അപ്പം ഭഗവാനോട് പറഞ്ഞു, രാമ, അടുത്ത് തന്നെ ഒരു പർവ്വതമുണ്ട്, ചിത്രകൂട പർവ്വതം. ഏകദേശം ഇവിടുന്ന് ഒരു 75 കിലോമീറ്റർ അകലെ. അവിടെ അങ്ങേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിൽ തന്നെ രാമനും സീതാദേവി ലക്ഷ്മണസ്വാമിയും തങ്ങി. പിറ്റേ ദിവസം രാവിലെ ചിത്രകൂട പർവ്വതത്തിലേക്ക് പോവുകയാണ്. അത് യമുനാ നദിക്ക് അപ്പുറത്തായിട്ട്. അവിടെ മുള കൊണ്ടും തടി കൊണ്ടും ലക്ഷ്മണസ്വാമി ഒരു വള്ളത്തെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് വള്ളമല്ല, ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു പലക പോലെ അത് നിർമ്മിച്ചു. അറിയാമല്ലോ, അത് മുകളിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ മുള വെച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഭഗവാനും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും അപ്പുറത്ത് കിടക്കുകയാണ്. യമുനാ നദി തരണം ചെയ്തു. അങ്ങനെ ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെയും അസംഖ്യം വൃക്ഷങ്ങൾ കാണുകയാണ്. പലതരത്തിലുള്ള ചെടികളും എല്ലായിടത്തും. അത് ആരോ ഇങ്ങനെ വരച്ചു വെച്ചതുപോലെ പല പല നിറങ്ങൾ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. പ്രകൃതിയുടെ ആ ഒരു ഭംഗി ഭഗവാനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും ആസ്വദിക്കാറുണ്ട്. ആയിരക്കണക്കിന് പക്ഷികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നദിയുടെ ആ ഒഴുക്കിൻ്റെ ശബ്ദവും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും പിന്നെ ആനയുടെ ശബ്ദവും എല്ലാം ഒരു എന്തോ പ്രത്യേക ഒരു കച്ചേരി നടക്കുന്ന പോലെ തോന്നില്ല. എന്നിട്ട് മരങ്ങളെല്ലാം എന്തോ പറഞ്ഞ പഴവർഗ്ഗങ്ങളെ കൊണ്ട് നിറഞ്ഞ് കൊമ്പെല്ലാം ഇങ്ങനെ താഴെ ഇങ്ങനെ വരികയാണ്. വലിയ വലിയ മരങ്ങളിലൊക്കെ ഒരുപാട് തേൻകൂടുകളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം തേൻ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകിയിട്ട് വീഴുകയായിരുന്നു. ഹരേ കൃഷ്ണ. അതും ആ തേനെല്ലാം എന്തിൻ്റെയാണ്? ഇവിടെയുള്ള അതിമനോഹരമായിട്ടുള്ള പുഷ്പങ്ങളിൽ നിന്നും തേനീച്ചകൾ ഇങ്ങനെ ശേഖരിച്ച തേനായിരുന്നു. അതുകൊണ്ട് ആ തേനിൻ്റെ രുചി ആരെയും മത്തുപിടിപ്പിക്കുന്ന രീതിയിലാണ്. സീതാദേവിക്ക് ഈ വനത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ സീതാദേവിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. ദേവി ആ പുഷ്പങ്ങളെയൊക്കെ തൊട്ട് അതിൻ്റെ സുഗന്ധമൊക്കെ ആസ്വദിച്ച് ദേവി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ദേവി ആ വനവാസത്തിൻ്റെ കാഠിന്യതയൊക്കെ ദേവി മറക്കുകയാണ്. രാമനും ചിരിച്ചുകൊണ്ട് സീതാദേവിയുടെ കൈ പിടിച്ചു. എന്നിട്ട് ദേവിക്ക് പറഞ്ഞു കൊടുക്കുക, ദേവി, ഇത് ഈ മരമാണ് കേട്ടോ, ഇത് ഈ ചെടിയാട്ടോ, ഇത് ഈ പുഷ്പമാണ് കേട്ടോ എന്നൊക്കെ പറയാം. അങ്ങനെ ഇത് ഒരു ദേവലോകത്തെത്തിയ ഒരു പ്രതീതിയായിരുന്നു. വളരെയധികം സന്തോഷിച്ച് 3 പേരും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അന്നേരം വളരെ അവിടെ തുടർച്ചയായിട്ടുള്ള തപസ്സുകളുടെ സഞ്ചാരം മൂലം അവിടെ ഒരു വഴി തനിയെ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിൽ നിന്നും ഇറങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ചിത്രകൂട പർവ്വതത്തിൻ്റെ ചുവട്ടിലെത്തി. അവിടെ വലിയൊരു വടവൃക്ഷത്തെ ഭഗവാൻ കണ്ടു. നല്ല കട്ടി പച്ചയ്ക്കുള്ള ഇലകളും എല്ലാ ദിശകളിലും വ്യാപിച്ചിരിക്കുന്ന എൻ്റെ ശാഖകളും. ആ വടവൃക്ഷത്തെ നമസ്കരിച്ചു. സീതാദേവി കുറേ മന്ത്രങ്ങൾ ഉരുവിട്ടു. എന്നിട്ട് ദേവി ആ വരത്തിനോട് പ്രാർത്ഥിച്ചു. വടവൃക്ഷം എന്ന് പറയുന്നത് നാരായണൻ്റെ പ്രതീകമാണല്ലോ. അപ്പോൾ അതേ നാരായണനാണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവി പ്രാർത്ഥിച്ചു വടവൃക്ഷത്തിനോട്, വനവാസം പെട്ടെന്ന് കഴിയണേ എന്ന് പറഞ്ഞു. എന്നിട്ട് വനവാസം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അയോധ്യയിൽ തിരിച്ചെത്താൻ അനുഗ്രഹിക്കണമെന്ന് ഉള്ള രീതിയിൽ സീതാദേവി പ്രാർത്ഥിക്കുകയാണ്. ലക്ഷ്മണസ്വാമി ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇലകൾ കൊണ്ട് ഒരു ശയ്യ നിർമ്മിക്കുകയാണ്. സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് അവർ രാത്രിയിൽ അവിടെ വിശ്രമിക്കുകയാണ്.
പിറ്റേ ദിവസം രാവിലെ രാമനും കൂട്ടരും ചിത്രകൂട പർവ്വതത്തിൻ്റെ ദിശയിലേക്ക് വീണ്ടും പോവുകയാണ്. ചിത്രകൂട പർവ്വതത്തിൻ്റെ നിറം ഏകദേശം നീല നിറമായിരുന്നു പറയുന്നു. പച്ചയും മഞ്ഞയും ചുവപ്പും വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ അസംഖ്യം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. ചിലയിടത്ത് നല്ല കയറ്റമായിരുന്നു, ചിലയിടത്ത് ഇങ്ങനെ താഴ്ചയായിരുന്നു. അവിടെ നല്ല മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ. ആ ശിഖരത്തിൻ്റെ അടുത്തൊക്കെ നിറച്ച് മേഘങ്ങളെ കാണാൻ പറ്റുമായിരുന്നു. അതിൻ്റെയൊക്കെ ഭംഗി ഭഗവാനും സീതാദേവിയും ലക്ഷ്മണസ്വാമി ഇങ്ങനെ കാണുകയായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ അവർ കയറ്റം കയറാൻ തുടങ്ങി. അങ്ങനെ കയറി അവർ വാൽമീകി ഋഷിയുടെ ആശ്രമത്തിനടുത്തേക്ക് എത്തി. രാമനെയും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും കണ്ടപ്പോൾ വാൽമീകി ഋഷിയുടെ സന്തോഷത്തിനൊരു സീമയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനോടടക്കം വാൽമീകി ഋഷി രാമായണം പകുതിയോളം ആക്കി വെച്ചിരിക്കുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. മുന്നോട്ട് രാവണനെ കൊല്ലുന്ന അവിടം വരെ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, വാൽമീകി ഋഷി ഒരു കാട്ടാളനായിരുന്നു അല്ലേ. നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ മരാ 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 അന്നേരം രാമാന്ന് ജപിക്കാൻ പറ്റില്ല. അപ്പം മരാ 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 അങ്ങനെ ജപിച്ച് എന്താ പറയുക, ബ്രഹ്മദേവനെ പോലെ ത്രികാലജ്ഞാനിയായി. ഭൂതം ഭാവി വർത്തമാനം എല്ലാം അറിയാൻ പറ്റൂ. എന്തിനേറെ പറയുന്നു, രാമൻ സാക്ഷാൽ ഭഗവാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എല്ലാം മനസ്സിലാക്കി എന്നുള്ളത്. അന്നേരം ഇതിനോടടക്കം ആളെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അന്നേരം വാൽമീകി ഋഷി ആദ്യമായിട്ട് കാണുകയാണെന്നും കൂടെ മനസ്സിലാക്കണം. രാമനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അതായത് നായകനെ കുറിച്ചുള്ള സിനിമ ഉണ്ടാക്കി എന്നിട്ട് നായകനെ ആദ്യമായിട്ട് നേരിട്ട് കാണുകയാണ്. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഋഷിയുടെ സന്തോഷത്തിന് ഒരു അതിരില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അന്നേരം ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഈ രാമായണം തുടങ്ങിയ ആ നിമിഷമാണ്. ആദ്യം ഈ ലോകത്തിൽ ഏറ്റവും സത്യസന്ധനായിട്ടും വീരശൂര പരാക്രമിയായിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞില്ലേ. അങ്ങനെയുള്ള മഹായോദ്ധാവ്, എല്ലാവരോടും കാരുണ്യമുള്ളവൻ, ജിതേന്ദ്രിയനായിട്ടുള്ള എന്നല്ലേ. എന്നിട്ട് ഇപ്പോൾ ആ നായകനെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ വാൽമീകി ഋഷിക്ക് ഒരുപാട് സന്തോഷമായി. വളരെയധികം സന്തോഷത്തോടുകൂടി അവരെയൊക്കെ സ്വീകരിച്ചു. കുറേ നേരം സംസാരിച്ചു. വാൽമീകി ഋഷി എങ്ങനെ അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്കായി എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ളൊരു തപസ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹകാന്തി ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു, എന്താ പറയുന്ന ആ തപസ്സിൻ്റെ. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം വലിയൊരു കള്ളനായിരുന്നു. അദ്ദേഹം വാൽമീകി ഋഷി പറയുകയാണ്. മുഴുവൻ കഥയും പറഞ്ഞു കൊടുത്തു. അന്നേരം ഇതിവിടെ വർണ്ണിക്കുന്നു രാമായണത്തിൽ. ഒരിക്കൽ നാരദ മഹർഷിയെ കണ്ടുമുട്ടി. നാരദ മഹർഷിയെ നിന്ന് എല്ലാ എന്തോ വിലപിടിപ്പുള്ള എല്ലാം മോഷ്ടിക്കാമെന്ന് കരുതി. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, നിനക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ നൽകാം, പക്ഷെ വീട്ടിൽ ചെന്ന് ചോദിക്കുക, നീ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളുടെ ഭാഗം സ്വീകരിക്കാനായിട്ട് നിന്റെ കുടുംബാംഗങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വാൽമീകി ഋഷി ചെന്ന് ചോദിച്ചപ്പോൾ അവരാരും സമ്മതിച്ചില്ല. കുടുംബം നോക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അതിൻ്റെ പാപം നമ്മൾ എന്തിനു സ്വീകരിക്കണം. അപ്പോൾ വാൽമീകി ഋഷിക്ക് വലിയ വിഷമായി. ഋഷിയുടെ മുമ്പിൽ ചെന്നു. എന്നിട്ട് എല്ലാ പാപകർമ്മങ്ങളും ഉപേക്ഷിച്ച് നാരദ മഹർഷിയുടെ ശിക്ഷണങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ ജീവിതത്തിൻ്റെ താൽക്കാലികത്വത്തെ ബോധ്യപ്പെടുത്താനായിട്ട് നാരദ മഹർഷി വാൽമീകി ഋഷി അടുത്ത് പറഞ്ഞു, മരണത്തെ ധ്യാനിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് മര എന്ന് ജപിക്കാൻ പറഞ്ഞു.
ഉത്തരം വാൽമീകി ഋഷിക്ക് അറിയത്തില്ലായിരുന്നു ഇത് രാമന്റെ നാമമാണ് ജപിക്കുന്നതെന്ന്. മരണത്തെ ധ്യാനിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് മര 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 എല്ലാം അതൊന്ന് ആലോചിച്ച് നോക്കൂ. രാമനാമം ജപിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അപ്പോൾ രാമനാമം ജപിക്കുന്നവർക്ക് മരണമില്ല എന്നാണോ? മരണം, അതായത് രാമനാമം ജപിക്കുന്നവര് ശരീരം നശിച്ചാൽ വീണ്ടും ഒരു മരണം അവർക്കില്ല. വീണ്ടും ജനിച്ചെങ്കിലല്ലേ വീണ്ടും മരണമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ജനിച്ചു, എന്തായാലും മരണം ഉണ്ടാവും. പക്ഷെ ജപിക്കുന്നവർക്ക് ഇനി ഒരു ജനനമില്ല, അതുകൊണ്ട് തന്നെ ഇനി ഒരു മരണമില്ല. അല്ലാതെ രാമനാമം ജപിക്കാത്തവർ അടുത്ത ജനനം ഉണ്ടാവും, അടുത്ത മരണം ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം മരണത്തെ അതിജീവിക്കും എന്നതിന്റെ അർത്ഥം ഇപ്പോൾ മരിക്കത്തില്ല എന്നല്ല. ഇപ്പോൾ നമ്മൾ എന്തായാലും ജനിച്ചില്ലേ, അതുകൊണ്ട് മരണം എന്തായാലും ഉണ്ട്. പക്ഷേ ഇനിയൊരു ജനനമില്ല, അതുകൊണ്ട് ഇനിയൊരു മരണമില്ല. അതാണ് അന്നേരം മരണത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഇവിടെ ജീവിതത്തിന്റെ അന്നേരം എത്ര മനോഹരമാണെന്ന് നോക്കണേ. ശ്രീല പ്രഭുപാദ് പറയുന്നു, യു സെർവ് ഗോഡ് ഓർ സെർവ് ഡോഗ്. GOD എന്ന് പറഞ്ഞാൽ ഗോഡ്, DOG എന്ന് പറഞ്ഞാൽ ഡോഗ് അല്ലേ? ഗോഡിനെ തിരിച്ചിട്ട ഡോഗ് എന്നാവും, ഡോഗിനെ തിരിച്ചിട്ട ഗോഡ് എന്നാവും. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അതിൽ നിന്ന് ഒന്നേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒന്നീ നായ്ക്കളെ സേവനം ചെയ്യുക, നായ്ക്കളുടെ സേവനം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ സേവനം എടുക്കുക. ഭഗവാന്റെ സേവനം നമ്മൾ ഏറ്റെടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നായ്ക്കളുടെ സേവനം ചെയ്യും. ഇതിന്റെ അർത്ഥം എന്താ? മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്? നായ്ക്കളെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നായ്ക്കളെ പോലുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും. ഇവിടെ നായ്ക്കളെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഭഗവാനെ മുൻനിർത്തി ഭഗവാന്റെ മാർഗത്തിൽ, ഭഗവാൻ പറഞ്ഞു തരുന്ന മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായില്ല എങ്കിൽ നായ്ക്കളുടെ ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും. പട്ടികളുടെ ജീവിതം നോക്കും. ആ മിണ്ടാപ്രാണിയെ നമ്മൾ കളിയാക്കുന്നതല്ല, പക്ഷേ ഓരോ തെരുവ് പട്ടികളെ കണ്ടിട്ടില്ലേ? അവിടെ കിടന്ന് ഇവിടെ കിടന്ന് കടി കൂടി കുരച്ച് അല്ലേ? അതേപോലെയുള്ളൊരു ജീവിതമാണ് നമ്മുടെ. അന്നേരം ഒരു ഗോഡ്ലി ലൈഫാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ ഡോഗ്ലി ലൈഫാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവീകമായിട്ടുള്ള ഒരു ദിവ്യ ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ നായ്ക്കൾക്ക് തുല്യമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? സെർവ് ഗോഡ് ഓർ സെർവ് ഡോഗ്. അതേപോലെ രണ്ട് ഓപ്ഷനേ നമുക്കുള്ളൂ. രാമനാമം ജപിക്കുക, അല്ലെങ്കിൽ മരണത്തിന് തയ്യാറാവുക. രാമ മര, രാമ മര, രാമ മര, ഈ രണ്ട് ഓപ്ഷനേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ലോകത്തിന്റെ താൽക്കാലികത്വത്തെ ബോധ്യപ്പെടുത്താനായിട്ട് നാരദ മഹർഷി വാൽമീകി ഋഷി അടുത്ത് പറഞ്ഞു, മരണത്തെ ധ്യാനിക്കാൻ. മര 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 മര. എന്നാൽ ഇവിടെ വാൽമീകി ഋഷി പറയുന്നു, ആ മഹർഷി, എൻ്റെ ഗുരു കാരുണ്യപൂർവം എനിക്ക് ആ ഒരു വാക്ക് നൽകി. ഞാൻ തിരിച്ചറിഞ്ഞില്ല ഞാൻ രാമന്റെ നാമമാണ് ജപിക്കുന്നതെന്ന്. അങ്ങനെ ആ ധ്യാനത്തിലൂടെ വാൽമീകി ഋഷി മഹാശക്തനായ ഋഷിയായി. വാൽമീകി ഋഷിയുടെ ആശ്രമത്തിനടുത്തായിട്ട് തന്നെ രാമൻ ഒരു പർണശാല നിർമ്മിക്കാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണസ്വാമി അധികം താമസിക്കാതെ തന്നെ തടി കൊണ്ട് ഒരു പർണശാല നിർമ്മിച്ചു. രാമൻ ഒരു തീ കൂട്ടി, എന്നിട്ട് ഫലമൂലാദികളൊക്കെ ശേഖരിച്ചു, പാചകം ചെയ്തു, അത് ദേവന്മാർക്ക് സമർപ്പിച്ചു. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാൻ പോലും നിവേദിച്ചിട്ടേ കഴിക്കും. ഹരേ കൃഷ്ണ. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതും കഴിക്കുന്ന വെറും ഫലമൂലാദികൾ, പക്ഷെ അതുപോലും നിവേദിച്ചിട്ടേ കഴിക്കും. അപ്പൊ ഭഗവാൻ ശ്രീമദ് നാരായണൻ അത് നിവേദിച്ചു. എന്നിട്ട് നിവേദിക്കുന്ന ആൾക്ക് തന്നെയാണ് നിവേദിക്കുന്നത്. നിവേദിച്ചതിന് ശേഷം ലോകപാലകന്മാരോടൊക്കെ പ്രാർത്ഥിച്ചു. 4 ദിശകളെയും കാൽക്കുന്ന അവരെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഒരു വനവാസം സഫലമാക്കണം. പിന്നെ ഗൃഹപ്രവേശം അല്ലേ, പർണശാല നിർമ്മിച്ച് അതിൽ
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഭഗവാനും സീതാദേവിയും കൂടെ പ്രവേശിക്കണം. ഇവിടെ പറയുന്നു 2 മുറി ഉണ്ടായിരുന്നു പർണശാലയ്ക്ക്. അവിടെ വിഷ്ണുവിനെ ഇരുത്താൻ വേണ്ടി ഒരു ശാസ്ത്രാനുസൃതമായിട്ടുള്ള ഒരു മന്ദിരം ഭഗവാൻ അവിടെ തയ്യാറാക്കിയെന്ന് പറഞ്ഞു. എന്നാലോചിച്ചു, കാട്ടിലാണ് താമസിക്കുന്നത്, 2 മുറിയേ ഉള്ളൂ. അതിൽ ഒരു മുറിയിൽ വിഷ്ണുവിനുള്ള ഒരു സ്ഥാനം കൊടുക്കുകയാണ്. ഒരു ഗൃഹസ്ഥ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ ഇരുത്താനായിട്ട് അവരൊരു പീഠം നിർമ്മിച്ചു. അന്നേരം താമസിക്കാൻ മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ 3 പേർക്കും വലിയ സന്തോഷം. രാമനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും പോയതിനു ശേഷം സുമന്ത്രനും ഗുഹനും കുറേ നേരം സംസാരിച്ചു. ഇവർ രണ്ടുപേരും ചിന്തിച്ച് 14 വർഷം ഇനി രാമനെ കാണാൻ കഴിയില്ല എന്നതിനെക്കുറിച്ചാണ്. അവർ വിചാരിച്ചിരുന്നു രാമൻ എങ്ങനെയെങ്കിലും രാമൻ്റെ മനസ്സ് മാറി തിരിച്ച് അയോധ്യയിലേക്ക് എത്തി കൈകി തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നു. കാരണം കൈകി ഒരു ദയം അർഹിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം ഗുഹന്റെ കൂട്ടത്തിലെങ്കിലും രാമൻ താമസിക്കുമെന്ന് കരുതി. അതിലൂടെ ഇടയ്ക്ക് രാമനെ വല്ലപ്പോഴൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ രാമൻ പോയിരിക്കാം. ഗുഹൻ അദ്ദേഹത്തിൻ്റെ ചാരന്മാരിൽ നിന്ന് മനസ്സിലാക്കി രാമൻ ഭരദ്വാജ ഋഷിയെ കണ്ടു. അവിടെ നിന്നും ചിത്രകൂട പർവ്വതത്തിലേക്ക് പോയി. അങ്ങനെ ഗുഹൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ രാമൻ്റെ ആ ഒരു യാത്ര, അതിൻ്റെ ആ യാഥാർത്ഥ്യം, രാമൻ ഇനി എന്തായാലും 14 വർഷത്തിന് ശേഷം രാമനെ കാണാൻ പറ്റൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം സുമന്ത്രൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ സുമന്ത്രൻ അത് താങ്ങാൻ പറ്റിയില്ല. ഇത്രയും നേരം സുമന്ത്രന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, രാമൻ വരും വരും വരും. 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് സുമന്ത്രൻ വളരെയധികം നിരാശനായി, ഒരു ജീവച്ഛവമായി സുമന്ത്രൻ തിരിച്ചെത്തുകയാണ്. ദക്ഷിണ കവാടത്തിൽ നിന്നും അയോധ്യയിലേക്ക് പ്രവേശിച്ചു. രാമനില്ലാതെ രഥം കണ്ടപ്പോൾ എല്ലാവരും നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. രാമാ, നീ പോയോ നമ്മളെ വിട്ട്? വീരനായിക, നമ്മളെ അങ്ങ് ഉപേക്ഷിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരയാൻ തുടങ്ങി. ഈ ഒന്നാമതേ ജീവച്ഛവമായിട്ടിരിക്കുന്ന സുമന്ത്രൻ ഇതും കൂടെ കേട്ടപ്പോൾ രാമൻ സുമന്ത്രന് അവരെ ഒന്നും കാണാനുള്ള ശക്തിയില്ല. തുണി വെച്ച് മുഖം മറച്ചു. സുമന്ത്രന് നാണക്കേട് തോന്നി അവരെ കാണാൻ. എങ്ങനെയൊക്കെയോ അവരെ നോക്കാനുള്ള ശക്തി സുമന്ത്രനില്ലായിരുന്നു. മുഖം മറച്ചു. ദശരഥ മഹാരാജന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ നിന്ന് സ്ത്രീകളെല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോഴും രാമൻ വരും രാമൻ വരുമെന്ന്. അപ്പോൾ സുമന്ത്രനെ കണ്ടതോടുകൂടി അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. സുമന്ത്രൻ കൊട്ടാരത്തിലേക്ക് എത്തി. ആദ്യത്തെ 7 കവാടങ്ങളും കഴിഞ്ഞു. 8ാമത്തെ കവാടത്തിലേക്ക് എത്തി. രാജാവിൻ്റെ അന്തഃപുരിയിലേക്ക്, ആ വലിയ മുറിയിലേക്ക് പ്രവേശിച്ചു. ദശരഥ മഹാരാജാവ് നിർജീവ വസ്തുവിനെ പോലെ ആസനത്തിലിരിക്കുകയാണ്. മുഖമൊക്കെ വാടി, വളരെയധികം ദുഃഖത്തിന്. അയോധ്യയിൽ നിന്നും പോയതിനു ശേഷം എന്തൊക്കെ നടന്നു എന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദശരഥ മഹാരാജാവ് ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം കാണിച്ചില്ല. രാമൻ വനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കേട്ടപ്പോൾ ഇത്രയും നേരം ഒരു പ്രതികരണവും നൽകാത്ത ദശരഥ മഹാരാജാവ് ബോധം കെട്ട് വീഴുകയാണ്. ദശരഥ മഹാരാജ വീണു എന്ന് കണ്ടിട്ട് കൗസല്യാദേവി സുമിത്രാദേവി ഓടി വന്ന് ഉയർത്തുകയാണ്. അവർ ചോദിച്ചു, എന്താ സ്വാമി സുമന്ത്രന് മറുപടി നൽകാത്തത്? അങ്ങേക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ സുമന്ത്രൻ ചെയ്തത്? അങ്ങേക്ക് ഒരു നാണം തോന്നുന്നില്ല ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ട്?
അങ്ങ് സത്യം പാലിച്ചില്ലേ, അതുകൊണ്ട് ഇനി ദുഃഖിക്കരുത്. ഇങ്ങനെ അങ്ങ് ദുഃഖിക്കുന്നത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. തൊണ്ട ഇടറിക്കൊണ്ട് കൗശലദേവി പറയാം. കൗശലദേവി ചിന്തിക്കാമോ, എൻ്റെ പ്രിയ മകൻ, ഒരു ദിവസം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. ഇനി 14 വർഷത്തേക്ക് അവൻ പോയിരിക്കാം. ദേവിയും അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അവിടെയുള്ള എല്ലാ സ്ത്രീജനങ്ങളും കരയാൻ തുടങ്ങി. തണുത്ത വെള്ളം കൊണ്ടുവന്ന് ദശരഥ മഹാരാജാവിൻ്റെ മുഖത്തും ദേവിയുടെ മുഖത്തും ഒഴിക്കുകയാണ്. ദശരഥ മഹാരാജാവിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ സുമന്ത്രനെ വിളിച്ചു. സുമന്ത്രൻ ഒന്നും മിണ്ടാതെ ശാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദേഹം മുഴുവൻ പൊടി വരണ്ട് കിടക്കുന്നു. മുഖത്ത് കണ്ണീരിൽ കുളിച്ചിരിക്കുകയാണ് സുമന്ത്രൻ. കൈകൂപ്പി ദശരഥ മഹാരാജൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദശരഥ മഹാരാജാവ് സുമന്ത്രനോട് വളരെയധികം ദുഃഖിച്ച് ഇങ്ങനെ പറയാം, രാമൻ ഇനി എവിടെയായിരിക്കും താമസിക്കുന്നത്? ഒരു മരത്തിൻ്റെ ചുവട്ടിലോ വെറും തറയിലോ? അവ എന്തായിരിക്കും കഴിക്കുന്നത്? അവ എൻ്റെ രാജകുമാരനാണ്, എൻ്റെ മകനാണ്. സമ്പദ് സമൃദ്ധമായിട്ടുള്ള ഏറ്റവും ആർഭാടത്തിൽ കഴിയേണ്ട എൻ്റെ പ്രിയ മകൻ ഇപ്പോൾ ഇവിടെയാണ് കഴിയുന്നത്. അവൻ പോകുന്നിടത്തെല്ലാം വലിയ സൈന്യ സന്നാഹങ്ങളുണ്ടായിരിക്കുക. അപ്പോൾ അവൻ വിജനമായിട്ടുള്ളൊരു വനത്തിൽ ഒറ്റയ്ക്കോ? രാമനും ലക്ഷ്മണനും വീരയോദ്ധാക്കളാണെങ്കിലും അവരെൻ്റെ പിഞ്ചു കുട്ടികളാണ്. ഇത്രയും കഠിന തപസ് അനുഷ്ഠിക്കുന്നത് കേട്ടപ്പോൾ, സീതയും അതേപോലെ കഠിന തപസ് അനുഷ്ഠിക്കുന്നത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ വിഷമം വർദ്ധിച്ചു. അപ്പോഴേക്കും ദശരഥ മഹാരാജാവ് സങ്കല്പിച്ചെടുക്കുകയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും. ഇത്രയും ക്രൂര സർപ്പങ്ങളുള്ള ഈ വനത്തിൽ അവരെങ്ങനെയായിരിക്കും കഴിയുന്നത്? ദശരഥ മഹാരാജ് പറഞ്ഞു, വിജനമായിട്ടുള്ള ഈ കാട്ടിലൂടെ പോയപ്പോൾ നീ അവരുടെ കൂട്ടത്തിൽ പൊയ്ക്കൂടായിരുന്നു? അവരുടെ അവസാനത്തെ വാക്ക് എന്തായിരുന്നു? അവർ പോയപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ആ ഒരു വാക്ക് കേട്ടിട്ടെങ്കിലും എനിക്ക് 14 വർഷം ജീവിക്കാനുള്ളൊരു പ്രചോദനം ലഭിക്കട്ടെ എന്ന് ദശരഥ മഹാരാജാവ് എഴുന്നേറ്റ് സുമന്ത്രൻ്റെ മുഖത്ത് നോക്കുകയാണ്. അപ്പോഴേക്കും സുമന്ത്രൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. വിഷമം കാരണം അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാനേ താല്പര്യമില്ല. തൊണ്ടയ്ക്ക് ഇടറിക്കൊണ്ട് സുമന്ത്രൻ പറഞ്ഞു, സത്യസന്ധനായ രാമൻ എന്നോട് പറഞ്ഞത് അങ്ങയുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ, കൗശല്യ ദേവിയുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ. കൊട്ടാരത്തിലുള്ള എല്ലാ സ്ത്രീജനങ്ങളും എല്ലാവരോടും, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും പ്രണാമങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാവരും രാമന് പ്രിയപ്പെട്ട ആൾക്കാരാണ് പറഞ്ഞു. അന്നേരം ഭഗവാന്റെ അച്ഛനും അമ്മയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, കൊട്ടാരത്തിലുള്ള കൗശല്യാദേവിയുടെ തോഴിമാർ, അവരെക്കുറിച്ചൊക്കെ രാമൻ പറയാം. അവരെല്ലാം എനിക്ക് എൻ്റെ പ്രിയ അമ്മമാരെ പോലെ തന്നെയാണ്. എത്ര രാമൻ്റെ ആ കെയറിങ് എന്തുമല്ലേ! ഇത്രയും കാട്ടിൽ കഴിയുമ്പോഴും ഭഗവാന്റെ ആ സ്നേഹം നോക്കണേ. അപ്പോൾ അതായത് ഒരു നിസ്വാർത്ഥമായിട്ടുള്ളൊരു ജീവിതം എങ്ങനെയായിരിക്കണം. ഇതേ സമയത്ത് രാവണനെ നമ്മൾ ഇനി കാണും, സ്വന്തം മക്കളെ വരെ ബലി കൊടുക്കുകയാണ്, സ്വന്തം സഹോദരങ്ങളെ എല്ലാത്തിനെയും, രാക്ഷസ കുലത്തെ മുഴുവൻ ബലി അർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തം കാമത്തിന് വേണ്ടി. അതേ സമയത്ത് ശ്രീരാമസ്വാമി പ്രജകളിലുള്ള ആൾക്കാരെയും തോഴിമാരെയും സേവകരെയും, സുമന്ത്രൻ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു ഡ്രൈവറാണ്. ഒരു മുതലാളിയുടെ മകനെ ഒരു ഡ്രൈവറോട് ഇത്രയും സ്നേഹം വരുമോ? ഒന്ന് ആലോചിച്ചു. രാമനെ പോലെ രാമൻ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷത്ത് നമ്മൾ കാണുന്നത് സ്വന്തം കാമത്തിന് വേണ്ടി എല്ലാത്തിനെയും ബലിയർപ്പിക്കുന്ന ഒരു ക്രൂരനെ, ഇതേ സമയത്ത് ഇപ്പുറത്ത് സ്വന്തം അസൗകര്യങ്ങളെ പോലും ബുദ്ധിമുട്ടുകളെ പോലും
ഒരു മടിയും കൂടാതെ അച്ഛൻ്റെ ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം എത്രയും തപസ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നമുക്ക് രാവണനെ പോലെ അധപ്പതിച്ചും പോവാം. അതായത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാവരെയും എല്ലാത്തിനെയും ആഹുതി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാം, നമ്മുടെ അഹങ്കാരത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഗുണങ്ങളായ നിസ്വാർത്ഥതയുടെ ഒരു ജീവിതം കേൾക്കുമ്പം തന്നെ എത്ര പ്രചോദനമാണ് അങ്ങനെ ഒരു ജീവിതം, അല്ലേ? ആ ഒരു പാതയിൽ നമുക്ക് കുറച്ചെങ്കിലും സഞ്ചരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാർത്ഥകവും. എന്നിട്ട് നമുക്ക് ആ പരിശുദ്ധ ഭക്തരാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ആ രാമൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കണം, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ. അപ്പം തന്നെ നമുക്ക് സമാധാനം ലഭിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെയും മഹാറാണിയുടെയും മുമ്പിൽ നമസ്കരിച്ച് സുമന്ത്രൻ വളരെയധികം ബുദ്ധിമുട്ടി സംസാരിക്കുകയാണ്. രാമനിൽ നിന്ന് പിരിഞ്ഞ ആ രംഗം സുമന്ത്രൻ വിവരിക്കുകയാണ്. രാമനും ലക്ഷ്മണനും അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, രാമൻ തുടർച്ചയായിട്ട് പറയുന്നതിൻ്റെ ഇടയിലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രാമൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഭരതനെ യുവരാജാവാക്കണം. എന്നിട്ട് പറഞ്ഞു, ഭരതൻ തീർച്ചയായിട്ടും അച്ഛനെയും അമ്മമാരെ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ്. ഭരതൻ എന്തായാലും എല്ലാ അമ്മമാരെയും തുല്യമായിട്ട് തന്നെ കാണും എന്ന് രാമൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുമന്ത്രന് ലക്ഷ്മണസ്വാമിയുടെ ആ ക്രോധം നിറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സുമന്ത്രൻ പറയുകയാണ്. രാമൻ പറഞ്ഞു നിർത്തിയപ്പോൾ ലക്ഷ്മണൻ ഒരു രാജവമ്പാല ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു രാജകുമാരനെ ഇങ്ങനെ വനവാസത്തിലേക്ക് അയച്ചിരിക്കുന്നത്? കൈകയെ മാത്രം സന്തോഷിപ്പിക്കാൻ രാജാവ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്നും ചിന്തിക്കാതെ ഒരു പാവം പോലും ചെയ്യാത്ത രാമനെ ഇങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യം എന്താണ്? രാമന്റെ വനവാസം എല്ലാവരും ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത്. ഈ ഒരു തീരുമാനം കാരണം എല്ലാവരും ദുഃഖത്തിലാണ്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നമ്മുടെ അച്ഛൻ എങ്ങനെയാണ് ഇപ്പോഴും രാജാവായിട്ട് തുടരാൻ കഴിയുന്നത്? അദ്ദേഹത്തെ ഒരു അച്ഛനായിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാമനാണ് എൻ്റെ ജ്യേഷ്ഠൻ, രാമനാണ് എൻ്റെ സ്വാമി, രാമനാണ് എൻ്റെ അച്ഛൻ. ലക്ഷ്മണ സ്വാമിക്ക് ജയ്. എന്നാൽ ആ ഒരു വാക്കുകൾ പറഞ്ഞപ്പോൾ സുമന്ത്രൻ എന്തോ ഒരു സമാധാനം ലഭിച്ചു. എന്നിട്ട് അവസാനമായിട്ട് സീതാദേവിയെ കണ്ട കാഴ്ച പറയുകയാണ്. പാവപ്പെട്ട സീത ശാന്തയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് സീതയെ നോക്കിയപ്പോൾ സീതയുടെ ഉള്ളിൽ എന്തോ ഒരു ബാധ കയറിയ ഒരവസ്ഥയിലിരിക്കുകയാണ്. ഒട്ടും അനങ്ങാതെ എന്തോ ചിന്തകളിൽ മഗ്നയായിട്ടിരിക്കുകയാണ്. ദീർഘശ്വാസം എടുത്തുകൊണ്ടിരുന്നു. സീത രാമൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കരയുമായിരുന്നു. രത്നങ്ങൾ ധരിച്ച ആ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കുകയാണ്. രണ്ട് താമര പോലെ ഇരിക്കുന്ന സുന്ദര കൈകൾ. അങ്ങനെ ഈ 3 പേരും നോക്കി നിൽക്കെ ഞാൻ രഥത്തിൽ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ദശരഥ മഹാരാജു ഇപ്പോഴേ ആകെ ദശരഥ മഹാരാജിൻ്റെ എല്ലാ പ്രതീക്ഷകളും താർന്നിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും എന്തോ ഒരു
ഔപചാരികമായിട്ട് അന്വേഷിക്കുന്ന പോലെ ദശരഥ മഹാരാജ് ചോദിക്കുകയാണ്, തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെയാണ് നടത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ദശരഥ മഹാരാജ് സുമന്ത്രൻ പറഞ്ഞു, രാമനിൽ നിന്നുള്ള വിരഹം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 3 ദിവസം ഗുഹൻ്റെ കൂട്ടത്തിൽ നിന്നു. അതിന് വേറെ കാരണമുണ്ട്. എന്താ, രാമൻ ഇനിയെങ്കിലും തിരിച്ചു വന്നാലോ. സുമന്ത്ര ഭക്ത കീ ജയ്, ഭക്ത സുമന്ത്ര കീ ജയ്. ഇതുമല്ലേ, ഒന്ന് അയോധ്യയിൽ വന്ന് എല്ലാവരുടെയും വിഷമം കാണണ്ട, പിന്നെ കുറഞ്ഞ പക്ഷം ഗുഹന്റെ കൂട്ടത്തിൽ കുറച്ച് 3 ദിവസം രാമനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയിൽ രാമൻ തിരിച്ചു വന്നാലോ. അവസാനം 3 ദിവസം നിന്നിട്ടും രാമനെ കാണാത്തതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഇനി എന്തായാലും രാമനെ 14 വർഷങ്ങൾക്ക് ശേഷമേ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് നീങ്ങിയതെന്ന് പറഞ്ഞു. ഇനി ഇത് കേട്ടിട്ട് നമ്മളെല്ലാവരും കരയും. സുമന്ത്രൻ പറഞ്ഞു, 3 ദിവസം ഞാൻ അവിടെ തന്നെ നിന്നു. 3 ദിവസത്തിന് ശേഷം രഥം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുതിരകളെ രഥമായിട്ട് കെട്ടി. കുതിരകളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോൾ കുതിരകൾ പോകുന്നില്ല. കുതിരകൾ അനങ്ങുന്നില്ല. കുതിരകളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് രാമന്റെ ആ ഒരു വൈഭവം എന്തുവാണ്. അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിന്റെ പുത്രന് ഒരു കുതിരയുടെ ഉള്ളിൽ പോലും ഇത്രയും സ്നേഹം നിറയ്ക്കാൻ പറ്റുമെങ്കിൽ രാമൻ ഒരു സംഭവം തന്നെയാണ്. അല്ല, നമ്മുടെ കാര്യം നോക്കിയാൽ നമ്മൾ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ രാമനെ കുറിച്ച് കേൾക്കുമ്പം തന്നെ നമുക്ക് രാമനോട് ഇത്രയും സ്നേഹം തോന്നുവാണെങ്കിൽ രാമനെ ഒരു മാത്രമെങ്കിലും കണ്ടിട്ടുള്ള അവരുടെ അവസ്ഥ എന്തുമായിരിക്കും. കുതിരകൾ അനങ്ങുന്നില്ല. അതോ ഇത് ഭഗവാന്റെ കുതിരകളല്ല, ദശരഥ മഹാരാജാവിന്റെ കുതിരകളാണേ. ഭഗവാൻ ചിലപ്പോൾ ഈ രഥത്തിൽ കയറിയിട്ട് പോലും കാണത്തില്ല. ആദ്യമായിട്ടായിരിക്കും ഈ രഥത്തിൽ കയറുന്നത്. ഭഗവാനും ഭഗവാന്റേതായിട്ടുള്ള രഥങ്ങൾ കാണും. അപ്പോൾ ഇവിടെ സുമന്ത്രൻ പറയുന്നു, എനിക്കാണെങ്കിൽ ആകെ സഹിക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ രഥം തയ്യാറാക്കി കുതിരകളെ കെട്ടിയിട്ട് കുതിരകളോട് മുന്നോട്ട് പോകും. പറഞ്ഞു കുതിരകൾ പോകില്ല. എത്രയും വർഷങ്ങളായിട്ട് സുമന്ത്രൻ കൈകാര്യം ചെയ്യുന്ന രഥമാണ്. അന്നേരം ആ കുതിരകളുമായിട്ട് എത്രത്തോളം അടുപ്പം കാണും. കുതിരകളുടെ സുമന്ത്രന് ചിലപ്പോൾ ഒന്നും പറയേണ്ടി പോലും വരത്തില്ല. അതിനു മുമ്പേ കുതിരകൾക്ക് അത് മനസ്സിലാവും. കാരണം മിണ്ടാപ്രാണികളല്ല, അവർക്ക് പെട്ടെന്ന് ആ സ്നേഹം വരും. നമ്മളാ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അവർക്ക് പ്രത്യേക ഒരു സ്നേഹം നമ്മളോട് തോന്നും. മനുഷ്യരെ പോലെയല്ലല്ലോ, മനുഷ്യരാണല്ലോ സ്വാർത്ഥര് അല്ലേ. പക്ഷെ ആ കുതിരകൾ അനങ്ങാൻ തയ്യാറല്ല. അവസാനം സുമന്ത്രൻ ഇറങ്ങി കുറേ സമാധാനിപ്പിച്ചു കുതിരകളെ. കുറേ തടവി സമാധാനിപ്പിച്ചതിന് ശേഷമാണ് കുതിരകൾ മുന്നോട്ട് പോകാൻ തയ്യാറായത്. കുതിരകൾക്ക് വരെ പ്രതീക്ഷയാണ് രാമൻ തിരിച്ചു വരും. രാമൻ ഒരു സംഭവം. നമ്മളെപ്പോഴും രാമന്റെ ആ വീരശൂര പരാക്രമത്തെക്കുറിച്ചേ കേൾക്കാറുള്ളൂ. പക്ഷെ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ കേൾക്കണം. പൊതുവെ എനിക്കും പേഴ്സണലി വനവാസത്തിന്റെ ആ ഒരു രംഗം ഉണ്ടല്ലോ, അതായത് അയോധ്യ മുതൽ പ്രത്യേകിച്ച് ആ മന്ദര കയറിയപ്പോൾ മുതൽ ഉള്ള രംഗങ്ങൾ, ഭരതസ്വാമി വരുന്നവരുള്ള രംഗങ്ങൾ, അത് ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെയാണ്. പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതാണ് രാമൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി അങ്ങോട്ട് ശൂർപ്പണക വരുന്നത് പോലെ അടിയാണ്. ഭഗവാന്റെ ആ വീരശൂര പരാക്രമങ്ങളൊക്കെ ഇനി നമ്മൾ കാണാനിരിക്കുകയാണ്. പക്ഷെ രാമായണത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. അയോധ്യാവാസികൾക്ക് രാമനോടുള്ള സ്നേഹം. ഒരു കുതിരയ്ക്ക് വരെ, കുതിരയുടെ സ്വാമിയായ സുമന്ത്രൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. കാരണം കുതിരയ്ക്ക് രാമനില്ലാതെ പറ്റത്തില്ല. അതിന് അടുത്തത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, രാമൻ എപ്പോഴും ഈ രഥത്തിൽ സഞ്ചരിച്ചു കാണത്തില്ല. ഇപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ കുറച്ച് ദിവസങ്ങളുടെ ഇടയിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നിട്ട് ഗുഹൻ ഭഗവാന് പല പല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തപ്പോൾ
ഭഗവാൻ പറഞ്ഞു, ഞാനിപ്പോൾ വനവാസത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സമ്പദ് സമൃദ്ധമായിട്ടുള്ളൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ സ്വീകരിച്ചു. അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം എൻ്റെ അച്ഛൻ്റെ കുതിരകളോട് കാണിച്ചുള്ളൂ. അന്നേരം അത് കുതിര കേട്ടുമാണ്. നമ്മൾ മനസ്സിലാക്കണം എവിടെ നിന്നാണ് ആ കുതിരയ്ക്ക് ഇത്രയും സ്നേഹം രാമനോട് വരാൻ കാരണമെന്ന്. അപ്പോൾ രാമൻ പറയുക, എൻ്റെ പ്രിയ അച്ഛൻ്റെ പ്രിയപ്പെട്ട കുതിരകളെ നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ അത് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഇതൊന്നും കുതിരകൾ കേട്ടില്ലെന്നാണോ കരുതുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര റോബോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടു എന്ന് വിചാരിക്കുന്നു, മഹാവതാർ നരസിംഹ. അതിൽ ആ പ്രഹ്ലാദ, ഒരു ഭക്തൻ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, മിണ്ടാപ്രാണികളെ എല്ലാത്തിനെയും. അതായത് ഈ പ്രകൃതിയായിട്ട് അങ്ങ് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നു. എന്തോ ഇന്നത്തെ ആൾക്കാർ എന്തുവാണ്? കാടും മലകളും എല്ലാം വെട്ടി നശിപ്പിച്ച് വലിയൊരു കോട്ട പോലൊരു വീട് നിർമ്മിച്ച് അഹങ്കാരത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ പണ്ടത്തെ ആ ഒരു വൈദിക സംസ്കാരം, പ്രത്യേകിച്ച് ഒരു ഭക്തൻ ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? ചെറിയൊരു ഉറുമ്പ് മുതൽ ചെറിയൊരു ചിത്രശലം മുതൽ മിണ്ടാപ്രാണികളെ എല്ലാവരെയും സ്നേഹിച്ച് അവരുമായിട്ട് അങ്ങ് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നു. ഇറ്റ്സ് എ ബിഗ് മെസ്സേജ്. അത് തുടങ്ങുന്നത് സസ്യബുക്കായിട്ടാണ്. നമ്മൾ എന്തുകൊണ്ട് സസ്യബുക്കായിട്ട് ഇരിക്കണം എന്നതിൻ്റെ ആ ഇങ്ങനെയുള്ള ഭക്തനെ നമ്മൾ പഠിക്കണം. ഒന്ന് ആലോചിച്ചോ. നമ്മൾ കുട്ടിക്കാലത്ത് കുറച്ച് നാളെ അമ്മയുടെ പാല് കുടിക്കാറുള്ളൂ. ജീവിതാന്ത്യം വരെ നമ്മൾ പശുവിൻ്റെ പാലാണ് കുടിക്കുന്നത്. ആ മിണ്ടാപ്രാണി നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം എന്നാലോചിച്ചു. നമുക്ക് ഈ ലോകത്ത് ഓരോ മിണ്ടാപ്രാണികളിൽ നിന്നും എന്തൊക്കെ ലഭിക്കുന്നു? അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണ്ടേ? അവരെയൊക്കെ ബഹുമാനിക്കണ്ടേ? ഒരു സർപ്പത്തെ വരെ നമ്മൾ ബഹുമാനിക്കണം. അതിനെ മടിയിലിരുത്തിക്കൊണ്ടല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥലം കൊടുക്കുക, അവരെ അവരുടെ വഴിക്ക് വിടുക. അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം. അവരെ ബഹുമാനിക്കേണ്ടത് അങ്ങനെയാണ്. അവർക്ക് അവരുടെ സ്ഥലം കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥലത്തിൽ അവർ വന്ന് ബുദ്ധിമുട്ടിക്കത്തില്ല. അത് ഞാനിപ്പോൾ വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ, നമ്മുടെ ആശ്രമമല്ലേ, അവിടെയുള്ള വൃന്ദാവനവാസികൾ വരെ പറയും, ഈ കുരങ്ങന്മാരെ കൊണ്ട് ശല്യം ശല്യം ശല്യം. അന്നേരം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അറിയാതെ വരിക. ഞാൻ പറഞ്ഞു, അവർ നമ്മുടെ സ്ഥലത്തല്ല താമസിക്കുന്നത്, നമ്മളാണ് അവരുടെ സ്ഥലത്ത് താമസിക്കുന്നത്. അവരുടെ കാടെല്ലാം നമ്മൾ വെട്ടി ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വനത്തേക്ക് നശിപ്പിച്ച് നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. എന്നിട്ട് അവർ വരുമ്പോൾ അവരെ നമ്മൾ ഒട്ടിക്കാൻ നോക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ വീട് നമ്മളാണ് നശിപ്പിച്ചതെന്ന് പറയും. അപ്പോൾ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം അല്ലേ? ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നുണ്ടോ? അവർ എല്ലാത്തിനെയും സ്നേഹിച്ചിരിക്കുന്നുള്ളൂ. അതാണ് യഥാർത്ഥ ഗുരുവായൂരപ്പ ഭക്തർ. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പനെ നമുക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമുക്കും കിട്ടും ഗുരുവായൂരപ്പൻ നിന്ന്. നമ്മൾ ഇത് വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. നിങ്ങൾ ആ നരസിംഹ സ്വാമിയുടെ ആ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രഹ്ലാദൻ എങ്ങനത്തെ ആളായിരുന്നു, ഒരു ഭഗവാന്റെ ഭക്തൻ എങ്ങനെയായിരിക്കണം. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പനിൽ നിന്ന് അതേ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. യേ യഥാമാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യഹം. നമ്മൾ ഭഗവാനെ എങ്ങനെ സമീപിക്കുന്നു അതേപോലെ ഭഗവാൻ നമ്മളെയും സമീപിക്കും. അപ്പം ഭഗവാനിൽ നിന്ന് നമുക്കൊരു സ്നേഹം ലഭിക്കുമ്പോൾ ഭഗവാൻ എല്ലാവരെയും എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ നമ്മുടെ ആത്മീയ ഗുണങ്ങൾ ജാഗൃതമാകുമ്പോൾ
നമുക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റും. ചെറിയ മിണ്ടാപ്രാണിയെ പോലും നമ്മൾ ബഹുമാനിക്കും. അപ്പം പിന്നെ മനുഷ്യരെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കും? മനസ്സിലാവുന്നുണ്ടോ? ഇത് വലിയൊരു സിദ്ധാന്തമാണ്. ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ്. വെൻ യു ലവ് കൃഷ്ണ, യു വിൽ ഓട്ടോമാറ്റിക്കലി ലവ് എവറിബഡി. പ്രഭുപാദി പറയുന്നു, കൃഷ്ണ ഇസ് ദ റൂട്ട് ഓഫ് എവറിഥിങ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും അടിവേരെന്ന് പറയുന്നത് നാരായണനാണ്. അന്നേരം അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കും. പക്ഷെ അദ്ദേഹത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും വിഭാഗീയതയുടെ, വർഗീയതയുടെ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും സ്നേഹിക്കേണ്ടത് രാമനെയാണ്. അതിവിടെ കണ്ടില്ല, ഒരു പാവം മിണ്ടാപ്രാണി, ആ കുതിര മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുക, കുതിരയ്ക്ക് പോലെ രാമനോട് ഇത്രയും സ്നേഹമാണെങ്കിൽ കൈകയ്ക്ക് എന്താണ് രാമനോട് ഇത്രയും ശത്രുത? അവിടെയാണ് മനുഷ്യരുടെ ആ സ്വാർത്ഥതയുടെ ഏതറ്റം വരെ പോകുന്നു. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രാമനുമുണ്ട്, രാവണനുമുണ്ട്, ശൂർപ്പണഖയുണ്ട്, സീതാദേവിയുണ്ട്. നമ്മൾ എത്രത്തോളം കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം, കൈകയെ സംബന്ധിച്ചിടത്തോളം കൈകയെ ചെയ്യുന്ന എല്ലാം ശരിയാണ്. എൻ്റെ മകന് വേണ്ടി, എനിക്ക് വേണ്ടി. അവിടെയാണ് പ്രശ്നം. നമുക്ക് വേണ്ടി എന്നല്ല, എനിക്ക് വേണ്ടി. രാമന് വേണ്ടി എന്നല്ല, ദശരഥ മഹാരാജാവിന് വേണ്ടി എന്നല്ല, അയോധ്യാവാസികൾക്ക് വേണ്ടി എന്നല്ല, ഞാൻ, എനിക്ക്. അത് വന്നോ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങും. എനിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരും പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതാണ് കൈകയുടെ മനോഭാവം. കൈകയുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ബലിയാക്കുകയാണ്. രാമനെ 14 വർഷത്തേക്ക്, ലക്ഷ്മണസ്വാമിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കൈകി എത്ര ദുഷ്ടയാണെന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളും അറിഞ്ഞോ അറിയാതെ അങ്ങനെ ഒരു പ്രവണത ഉള്ളിൽ വയ്ക്കുന്നുണ്ടോ? നമ്മളും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. കൈകേയിക്ക് ഇത്രയൊക്കെ ആയിട്ടും കൈയുടെ തെറ്റ് മനസ്സിലാവുന്നില്ല. അന്നേരം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്, നമ്മളും അതേപോലെ തെറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാത്തിനെയും ബലി അർപ്പിക്കുന്നുണ്ടോ? മറ്റുള്ളവർ ഇതിൽ ഹോമിക്കപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു നിമിഷമെങ്കിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും തോന്നത്തില്ല ഞാൻ തെറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്വാർത്ഥതയിൽ മുങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും തോന്നത്തില്ല ഞാൻ സ്വാർത്ഥനാണെന്ന്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കൈകേയി ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റമില്ല. കുതിരയ്ക്ക് പോലും ഒരു സ്നേഹം തോന്നുന്നു രാമനോട്, പക്ഷെ കൈകേയിക്ക് തോന്നില്ല. ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്? നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് പറയും, ആ കൈകേയി എത്ര ദുഷ്ടയാണല്ലേ, ധൃതരാഷ്ട്രർ എത്ര ദുഷ്ടനാണ് മഹാഭാരതത്തിലൊക്കെ കേട്ടിട്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലും ആ ഒരു ധൃതരാഷ്ട്രരുടെ ഒരു സൈക്കോളജി, ശകുനിയുടെ സൈക്കോളജി, ആ ഒരു ടെൻഡൻസി, ശൂർപ്പണഖയുടെ, മന്ദരയുടെ, കൈകയുടെ ആ ഒരു പ്രവണത, രാവണന്റെ പ്രവണത, അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസാണ്. ചിലർ പറയുന്നു ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബി ടു ഡി. ബി എന്ന് പറഞ്ഞാൽ ബർത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡെത്ത്. സോ ജീവിതം, മനുഷ്യജന്മം എന്ന് പറഞ്ഞ ഒരു യാത്രയാണ്. ജനനം മുതൽ മരണം വരെയുള്ള യാത്ര. വാട്ട് ലൈസ് ഇൻ ബിറ്റ്വീൻ ഇസ് സി. അതായത് ബി, എ, ബി, സി, ഡി. ബിന്റെയും ഡിയുടെ ഇടയിൽ എന്താണ്? സി. സി എന്ന് പറഞ്ഞാൽ ചോയ്സസ്. സോ ജനനം മുതൽ മരണം വരെയുള്ള യാത്രയുടെ ഇടയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ജനിക്കും, എല്ലാവരും മരിക്കും. പക്ഷെ ജനനം മുതൽ മരണത്തിൻ്റെ ഇടയിലുള്ള ആ യാത്ര എങ്ങനെയായിരിക്കും? സുഖകരമായിരിക്കുമോ? ദുസ്സഹമായിരിക്കുമോ? അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഓരോ നിമിഷവും എടുക്കുന്ന തീരുമാനങ്ങൾ. ആ തീരുമാനത്തിൽ എന്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യമായിട്ട് കാണുന്നത്? നമ്മുടെ അഹങ്കാരത്തെ
ഉയർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണോ, അതോ മറ്റുള്ളവരുടെ നന്മയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും ബലിയർപ്പിക്കുന്ന രീതിയിലാണോ നമ്മുടെ അവസ്ഥ? രാവണന്റെ പ്രവണത എങ്ങനെയല്ലേ? ഇത്രയും രാക്ഷസന്മാരെയും കൊണ്ട് നടക്കുന്നു. ഏത് സ്ത്രീയെ കണ്ടാലും ആ സ്ത്രീയെ ബഹുമാനിക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ട് അങ്ങനെയുള്ള രാവണനെ എങ്ങനെയാണ് ഒരാൾക്ക് ഹീറോ ആയിട്ട് കാണാൻ കഴിയുന്നത്? ഹീറോ മീൻസ് ഹീറോ ആയിരിക്കണ്ടേ? നായകൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രചോദനം നൽകുന്ന വ്യക്തിയായിരിക്കണം നായകൻ. നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ ഒരു ഇൻസ്പിറേഷൻ തരുന്ന വ്യക്തിയായിരിക്കണം നായകൻ. അത് രാമനല്ലേ? രാവണൻ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ കഴിയുന്നത്? സ്വന്തം കാമത്തിന് വേണ്ടി ഇത്രയും ആയിരക്കണക്കിന് സ്ത്രീകളെ ഇവിടുന്ന് എല്ലാം തട്ടിപ്പറിച്ച് കൊണ്ടുവന്നിട്ടും, ബലാത്കാരേണ സ്വന്തം ഭാര്യയാക്കി വെച്ചിട്ടും, പാവപ്പെട്ട അതായത് വെറും പാവമായിട്ട് ഒരു തപസ്വിയായിട്ട് കഴിയുന്ന ഒരു രാമന്റെ പത്നിയെ, ഭഗവാൻ എന്നുള്ള കാര്യം മാറ്റിവെച്ചേനെ, ആ ഒരു സ്ത്രീയെ പോലും അപമാനിക്കാൻ അവൻ ഒരു മടിയും തോന്നില്ലെന്നുള്ളത്. അത് രാവണന്റെ ഏറ്റവും വലിയ ഒരു ട്രാപ്പായിരുന്നു. രാവണന് വേണ്ടി വെച്ച ഒരു ട്രാപ്പായിരുന്നു. രാവണന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഒരു തപസ്വി മനുഷ്യൻ. പക്ഷെ രാവണൻ സ്വയം മനുഷ്യരെ തുച്ഛമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതേ മനുഷ്യന്റെ ഒരു ഭാര്യയെ രാവണൻ മരിക്കുന്നവരെ രാവണന് ബോധ്യപ്പെട്ടില്ല ഇത് ഭഗവാനാണെന്ന്. പക്ഷെ അന്നേരം രാവണന്റെ അതേ സൈക്കോളജിയെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ മനസ്സിലാക്കണം, രാമായണത്തിലും മഹാഭാരതത്തിലൂടെയും മനുഷ്യ മനസ്സുകൾ ഏതറ്റം വരെ പോകും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോ രാവണനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും രാവണൻ പറയുന്ന കാര്യം വെറും ഒരു മനുഷ്യൻ എന്നെ എന്ത് ചെയ്യാനാണെന്ന്. പക്ഷെ അതേ നിസ്സാരനായിട്ട് കാണുന്ന ഒരു മനുഷ്യന്റെ ഒരു ഭാര്യയെ, ആ ഒരു സ്ത്രീയെ പോലും വിടാൻ രാവണൻ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു രാവണനെ എങ്ങനെയാണ് നമുക്ക് ഹീറോ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ അതിലോട്ട് ആഴത്തിൽ കയറി, നമ്മുടെ ഉള്ളിൽ ആ രാവണൻ ഇരിപ്പുണ്ട്, നമ്മുടെ ഉള്ളിൽ ആ ശൂർപ്പണകയുണ്ടോ, നമ്മുടെ ഉള്ളിൽ ആ കൈകേയുണ്ടോ? കൈകയെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ പറയണ്ടേ, ആ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ ഹോമിക്കുകയാണ്. ഭരതസ്വാമിയോട് ഇത്രയും സ്നേഹം എന്തുകൊണ്ട്? എൻ്റെ മകനായതുകൊണ്ട്. രാമനോടുള്ള ദേഷ്യം എന്തുകൊണ്ട്? അത് കൗശല്യയുടെ മകനായതുകൊണ്ട്. ഞാൻ എൻ്റേത്. അതൊന്ന് ആലോചിച്ച് നോക്കണം. 3 പത്നിമാരിലും ദശരഥ മഹാരാജാവിന് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന കൈകേയിയുടെ. ഒന്ന് ഏറ്റവും ഇളയ പത്നിയായതുകൊണ്ട്, അതുകൂടാതെ സൗന്ദര്യത്തിലും കൂടുതൽ സുന്ദരിയായതുകൊണ്ടും. 2 പേരിലും മറ്റു 2 പേരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സുന്ദരിയായിരുന്നു കൈകേയി. അതുകൂടാതെ ദശരഥ മഹാരാജാവിന്റെ മരണത്തിൽ വലിയൊരു ആപത്തിൽ നിന്നും കൈകേയി രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ദശരഥ മഹാരാജാവിന് കൈകേയിക്കുണ്ടായിരുന്നു. എന്നിട്ടും കൈകേയിക്ക് കൗശല്യാദേവിയോട് ദേഷ്യം. എന്നിട്ട് നമ്മൾ ഇതൊന്നും നിസ്സാരമായിട്ട് കേട്ട് കളയരുത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പ്രവണത ഏതറ്റം വരെ കാണുമെന്ന് അറിഞ്ഞൂടാ. ഇത് നേരെയാക്കാതെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ദൈവിക ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് അടുക്കാൻ പറ്റൂ. ഈ ദൈവിക ഗുണങ്ങൾ നമ്മളില്ലെങ്കിൽ പിന്നെ ഭഗവാനായിട്ട് എങ്ങനെയാണ് നമുക്ക് അടുക്കാൻ കഴിയുക? ഭഗവാൻ അത്രയ്ക്ക് പരിശുദ്ധനാണ്. നമ്മൾ കേട്ടില്ല രാമന്റെ ആ ഗുണങ്ങൾ എന്തുവാ അത്? ഭഗവാനാണ്. എന്നിട്ടും നിങ്ങൾ ആ നരസിംഹ മൂവി കണ്ടു കാണുമല്ലോ. എല്ലാവരും കമൻസിലിടും എങ്ങനെ ഉണ്ടായിരുന്നു മൂവിന്ന്. അതിൽ പ്രഹ്ലാദൻ ഭഗവാനെ കാണുന്ന സമയം ശ്രീമദ് നാരായണന്റെ മടിയിൽ ഇങ്ങനെ പ്രഹ്ലാദൻ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ എന്ന് പറയുമ്പം ഭഗവാൻ പറയുക, ഗുരുവായൂരപ്പൻ പറയുക, ഞാൻ ഭഗവാനല്ല, ഞാൻ നിന്റെ ദാസനാണ്. ഞാൻ നിന്നെ പോലുള്ള ഭക്തന്റെ ദാസനാണ്. അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ പറയുക, ഞാൻ എൻ്റെ ഭക്തന്റെ ദാസനാണ്.
അത് ചുമ്മാ പറയുന്നില്ല, രാഷ്ട്രീയം കളിക്കുന്നതല്ല ഭഗവാൻ. ഭഗവാൻ അത് കാണിക്കുകയാണെന്നുള്ളതാണ്. ഭഗവാൻ അർജുനന് വേണ്ടി സാരഥിയാകാൻ തയ്യാറാണ്. യശോദ അമ്മയുടെ മുമ്പിൽ കൊച്ചു കുട്ടിയായിട്ട് പേടിച്ച് പറിച്ചിരിക്കാൻ തയ്യാറാണ്. ഹരേ കൃഷ്ണ. ഭഗവാൻ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ സ്നേഹിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ ഭഗവാനെ സ്നേഹിക്കുന്നത് ഭഗവാന്റെ ഐശ്വര്യം കണ്ടിട്ടല്ല, ഭഗവാന്റെ ശക്തികൾ കണ്ടിട്ടല്ല. അത് ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഇന്നലത്തെ ആ സിനിമയിൽ ഭഗവാന്റെ അടി എന്തോ. ഹരേ കൃഷ്ണ. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഭഗവാന്റെ അടി എന്തുവായിരുന്നു. നരസിംഹസ്വാമിയുടെ ആ വീര്യം, ശൗര്യം, പരാക്രമം ഒക്കെ കാണാൻ പറ്റും ആ സിനിമയിൽ. ഹിരണ്യകശിപു ആ വാളും വെച്ച് ഇങ്ങനെ വെട്ടാൻ നോക്കുമ്പോൾ ഭഗവാൻ പല്ല് വെച്ച് ആ വാളിനെ കടിച്ച് 2 തുണ്ടാക്കുമെന്നാണ്. എന്നിട്ട് ഭഗവാൻ ഓടുന്നു. ഭഗവാന്റെ ഓട്ടം എന്തുവരുന്നു, ഭഗവാന്റെ ചാട്ടം എന്തുവാണ്. എല്ലാ കളരി മുറകളും നമുക്ക് കാണാൻ പറ്റുന്നത്. കുത്തിമറിയുന്നു, ചാടി മറിയുന്നു, ഒഴിഞ്ഞു മാറുന്നു. തുടക്കത്തിൽ വരാഹസ്വാമിയും കാണിച്ചു. മനോഹരമായിരുന്നു. എല്ലാവിധ ആയുധങ്ങളും കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കും. എന്നിട്ടിപ്പോ ഒരു ഭക്തൻ പറയുന്ന പോലെ അമ്പ് ചെയ്തു. അതും നല്ല രസമായിരുന്നു. അമ്പ് ചെയ്തപ്പോ ആ അസ്ത്രം ഒരു അസുരന്റെ വായ്ക്കകത്തോട്ട് കയറി പോകുന്നു. വായ്ക്കകത്തോട്ട് കയറി തലയുടെ പുറകിൽ കൂടെ പോയി. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. ഹിരണ്യകശിപുവിലാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഭഗവാൻ ആ രീതിയിൽ സ്പീഡായിട്ടാണ് അടിക്കുന്നത്. അത് നല്ല മൂർച്ചയുള്ള നഖമാണ്. ഒരു കയറി കഴിഞ്ഞാൽ കട്ടിയ കഴിയുന്നു പോവുകയാണ്. ഒരു കൂട്ടം അസുരന്മാരിങ്ങനെ കൂട്ടത്തിരിക്കുന്നു. ഭഗവാൻ ഒറ്റ ഓട്ടം അതിൻ്റെ ഇടയിൽ കൂടെ. അന്നേരം അവര് നോക്കിയാ എവിടെ പോയി ഒന്നും കാണുന്നില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവര് സ്പ്ലിറ്റായിട്ട് വീഴുകയാണ്. അത് ഭഗവാൻ പോകുന്ന സമയത്ത് കീറിക്കൊണ്ടാണ് ഓടുന്നതിന്റെ ഇടയിൽ നഖം വെച്ചൊരു കീറിയിട്ടാണ് പോകുന്നത്. അപ്പോ 2 തുണ്ടുമായിട്ട് ഇങ്ങനെ വീഴുകയാണ്. അയ്യോ ധാരാളം. സത്യം, ആനിമേഷൻ അല്ലാതെ ഭഗവാനെ കാണിക്കാൻ പറ്റത്തില്ല. വേറെ ഏത് നടൻ ചെയ്താലും ശരിയാവത്തില്ല. ആരെ കൊണ്ടും പറ്റത്തില്ല. പിന്നെ ഭഗവാന്റെ ആ ഗർജനം, പിന്നെ പൊതുവെ നരസിംഹസ്വാമിയുടെ രൂപം കാണിക്കുമ്പോൾ പണ്ട് സീരിയലിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മോമോടി ഇങ്ങനെ ധരിച്ച് അതിൽ ആ എക്സ്പ്രഷൻസ് വരുന്നത്. പക്ഷെ ഇതിൽ ഭഗവാന്റെ ആ നോട്ടവും ഭഗവാന്റെ സംസാരവും പൊളിയായിരുന്നു. സൂപ്പർ, അടിപൊളിയായിരുന്നു. ഭഗവാനെ ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഇനിയും കാണാൻ ഒരു 100 പ്രാവശ്യം കണ്ടാലും മടി വരത്തില്ല. തുടക്കം മുതൽ എൻഡ് വരെ. പിന്നെ പ്രഹ്ലാദന്റെ ഗുണങ്ങൾ, ഭഗവാനെ കണ്ടിട്ട് ആ ഒരു പാടില്, ഓം നമോ ഭഗവതേ വാസുദേവായ. എന്നാലും അങ്ങനെ പാടി പ്രഹ്ലാദന വരുന്ന രംഗം എന്തുമല്ലേ. അപ്പോ ഞാൻ സത്യം പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിനെ ഓർത്തു. ഇതേപോലെ അല്ലേ നമ്മുടെ മഹാപ്രഭു അല്ലേ, സങ്കീർത്തനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. ഇതേ നരസിംഹം തന്നെയാണ് ഒരു ഭക്തനായിട്ട് വന്നിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവായിട്ട്. എന്തായാലും എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. കണ്ടിട്ട് കണ്ടു എന്ന് പറഞ്ഞിരിക്കാതെ വീണ്ടും അവസരം കിട്ടുകയാണെങ്കിൽ വീണ്ടും പോയി കാണണം. വലിയ സ്ക്രീനിൽ കാണണം. അതും 3D ഗ്ലാസസ് ഒക്കെ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ വരും അല്ലേ. ഭാഗവതം പഠിക്കുന്നതിന് തുല്യമാണ് ആ ഒരു സിനിമ കാണുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സിനിമ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അല്ല. എല്ലാവരുടെയും അഭിപ്രായം എന്തായിരിക്കും. അതിൽ ആ പ്രഹ്ലാദന്റെ ഗുണങ്ങളും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഭഗവാൻ ആ യോഗ നരസിംഹമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, കാല് അയ്യപ്പസ്വാമിയെ പോലെ ഇങ്ങനെ കാല് വെച്ചിട്ട് അല്ലേ ഇരിക്കുന്ന എന്ത് രസമാണ്. പിന്നെ
കാരണം അയ്യപ്പസ്വാമി ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ഗുരുവാണ് നരസിംഹസ്വാമി. ഇത് അമ്മയും കൂടെയാണ് അല്ലേ. അന്നേരം ആ ഒരു ആയോധന കലകളിലൊക്കെ ആ ഒരു ഇതൊക്കെ പ്രചോദനം അയ്യപ്പസ്വാമിക്ക് നരസിംഹസ്വാമി തന്നെയാണ്. അതാണ് അയ്യപ്പസ്വാമി അങ്ങനെ ഇരിക്കുന്നത്. അന്നേരം അതേ രീതിയിൽ ഭഗവാൻ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. പിന്നെ ഹിരണ്യകശിപു ത്രിലോകങ്ങളുടെയും ചക്രവർത്തിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ഭഗവാന്റെ കയ്യിലാണ് ഹിരണ്യകശിപു ഇരിക്കുന്നത്. ഒരു കയ്യിൽ. ഹരേ കൃഷ്ണ. സൂപ്പർ രംഗങ്ങളാണ് അല്ലേ. എല്ലാ സീൻസും ഓരോ സീൻസും ബെസ്റ്റായിരുന്നു. അമേസിംഗ് ആണ്. എല്ലാവരും പോയി കാണണം. വേറെ എല്ലാവരും ഓക്കെ അല്ലേ? അന്നേരം ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് അടുത്തത് കാണാം. അടുത്ത രാമായണത്തിൻ്റെ അടുത്ത ഭാഗം. ഇനി ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് മംഗളം പാടി ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. മംഗളം കോശലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം വിശ്വാമിത്രാന്തരാംഗായ മിഥിലാനഗരീപതേ ഭാഗ്യാനാം പരിപാകായ ഭവ്യരൂപായ മംഗളം പിതൃഭക്തായ സതതം രാഘവീ സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം त्यक्ता साकेतवासाय चित्रकूटविहारिणे सेव्याय सर्वयमिनां धीरोधाय मङ्गलं सौमित्रिणा च जानक्या चापवानासि धारिणे संसेव्याय सदा भक्त्या स्वामिने मम मङ्गलं दण्डकारण्यवासाय खरदूषणशत्रवे गृध्रराजाय भक्ताय मुक्तिदायास्तु मङ्गलं सादरं शबरीदत्तफलमूलाभिलाषिणे सौलभ्यपरिपूर्णाय सत्वोत्रिक्ताय मङ्गलं हनुमत्समवेदाय हरीशाभीष्टदायिने बालिप्रमथनायास्तु महाधीराय मङ्गलं श्रीमते रघुवीराय सेतुलङ्घितसिन्धवे जितराक्षसराजाय मरणधीराय मङ्गलं विभीषणकृते प्रीत्या लङ्काभीष्टप्रदायिने सर्वलोकशरण्याय राघवाय मङ्गलम् असाध्यनगरीं दिव्याभिषिक्ताय सीतया राजाधिराजाय रामभद्राय मङ्गलम् ब्रह्मादिदेवसेव्याय ब्रह्मण्याय महात्मने जानकीप्राणनाथाय रघुनाथाय मङ्गलम् श्रीसौम्यजामामृतमुने कृपया स्मानपेयुषे महते मम नाथाय रघुनाथाय मङ्गलं मङ्गलाशासनपरेर्मदाचार्यपुरोगमे सर्वैश्च पूर्वैराचार्य सत्कृतायास्तु मङ्गलं रम्यजामामृतमुनिना मङ्गलाशासनं कृतं त्रैलोक्याधिपति श्रीमन् करोतु मङ्गलं सदा. श्री रामचंद्र भगवान की जय, सीता मैया की जय, लक्ष्मण भरत शत्रुघ्न स्वामी की जय, हनुमत स्वामी की जय. ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേരം നമ്മൾ ഈ രാമായണത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് കഥകൾ കേട്ടു പോകാതെ കേൾക്കുന്നത് വളരെ രസകരമാണ്. പക്ഷേ നമ്മൾ ഈ സിനിമ കാണുവാണെങ്കിൽ എന്തായാലും ആ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു അർത്ഥമില്ല. അതിലാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് കാണാം.